വാട്ടർ പൈപ്സ് മറ്റെല്ലാം ചുമ്മാ. ഇനി ഇരട്ടി സ്വർണം നേടാം അൽ മുഖ്തദിർ ജ്വല്ലേഴ്സ്. 11 മലയാളികളിൽ 7 പേരെയാണ് തിരിച്ചറിഞ്ഞത്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം സ്വദേശികളാണ് മരിച്ചത്. തീപിടുത്തത്തെക്കുറിച്ച് സർക്കാർ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈത്തിൽ എത്തും. ആദ്യം KP അഭിലാഷ് അതിന്റെ വിവരങ്ങൾ നൽകും ന്യൂസ് ഡെസ്കിൽ നിന്ന്. അഭിലാഷ്, ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിയതാണ് ഇത്ര വലിയ തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ആദ്യ കണ്ടെത്തൽ നിഗമനം. അത് തന്നെയാണോ ഈ അപകടത്തിനുള്ള കാരണം? എൽദോ, പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇതുതന്നെയാണ്. അതായത് ഈജിപ്ഷ്യൻ പൗരൻ ആയിരുന്നു ഈ കെട്ടിടത്തിൻ്റെ സെക്യൂരിറ്റി ജീവനക്കാരൻ. ഇദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ നിന്നാണ് ഈ തീ പടർന്നത് എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം. ഇത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് ഇങ്ങനെ അപകടം ഉണ്ടായതെന്നും അതിനെ തുടർന്നാണ് തീ പടർന്നത് എന്നതുമാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഈ കെട്ടിട ഉടമയെയും അതോടൊപ്പം തന്നെ ഈ സെക്യൂരിറ്റി ജീവനക്കാരനെയും അറസ്റ്റ് ചെയ്യാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ പുലർച്ചയോടുകൂടിയായിരുന്നു തെക്കൻ കുവൈറ്റിലെ അഹമ്മദി ഗവർണറേറ്റിലെ മംഗഫിൽ ഈ തൊഴിലാളികൾ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സ് സ്വഭാവത്തിൽ ഉള്ള കെട്ടിട സമുച്ചയത്തിന് തീപിടിച്ചത്. ഏതാണ്ട് 195 സ്റ്റാഫുകൾ ആണ് ഇവിടെ താമസിച്ചിരുന്നത്. ഇത് വിവിധ ബ്ലോക്കുകളായി ഉള്ള കെട്ടിട സമുച്ചയം ആയിരുന്നു. 6 നിലകൾ ഉള്ള 4ാം ബ്ലോക്കിൽ ആണ് തീ പടർന്നു പിടിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പുലർച്ചെ 4:30 അതായത് കുവൈറ്റിലെ പ്രാദേശിക സമയം പുലർച്ചെ 4:30 തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തത്തിൽ മരിച്ചവരിൽ ഏറെയും വിഷപ്പുക ശ്വസിച്ചും അതോടൊപ്പം തന്നെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മുകളിൽ നിന്ന് താഴേക്ക് ചാടിയുമൊക്കെ ആണ് അപകടത്തിൽപ്പെടുകയും മരണപ്പെടുകയും ചെയ്തത്. പുലർച്ചെ ഉറങ്ങിക്കിടക്കുന്ന സമയം ആയതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് ആളുകൾക്ക് മനസ്സിലാകാത്ത സാഹചര്യം ഉണ്ടായി. പൊടുന്നനെ ഈ വിഷപ്പുക ശ്വസിച്ചുകൊണ്ട് പലരും ഉണർന്നു. ചിലർക്ക് ഉണരാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ തന്നെ ആയിരുന്നു. അബോധാവസ്ഥയിലേക്ക് പോയ സാഹചര്യമുണ്ട്. ഇങ്ങനെ ഉണർന്നവർക്ക് ഈ തീ പടർന്നു പിടിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ആണ് ഉണ്ടായിരുന്നത്. ഈ സുരക്ഷാ സംവിധാനങ്ങളിൽ ഉൾപ്പെടെ പാളിച്ചകൾ ഉണ്ടോ എന്നത് പരിശോധിക്കേണ്ട സാഹചര്യം ആണ് ഉള്ളത്. അതായത് എമർജൻസി എക്സിറ്റ് സംവിധാനം അടക്കം ഈ കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് ഈ അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് എന്നുള്ളതാണ്. അതായത് ഈ തീപിടുത്തമുണ്ടായപ്പോൾ രക്ഷപ്പെടാൻ മറ്റ് വഴികൾ ഉണ്ടായിരുന്നില്ല. അതിനെ തുടർന്നാണ് പല നിലകളിൽ നിന്നും ആളുകൾ എടുത്തു ചാടിയത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എൽദോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 41 ഇന്ത്യക്കാർ ഉൾപ്പെടെ 49 പേരുടെ മരണം ആണ് ഇത് സംബന്ധിച്ച് പുറത്തു വന്നിട്ടുള്ളത്. 7 ഫിലിപ്പീൻസ് സ്വദേശികളും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. മലയാളി ആയ എബ്രഹാം എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള NBTC എന്ന കമ്പനിയുടെ ക്വാർട്ടേഴ്സായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ ആണ് ഈ അപകടം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 11 മലയാളികൾ ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ 9 പേരെ ആണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. പ്രധാനമായും കോട്ടയം, കൊല്ലം, പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകളിൽപ്പെട്ടവരുടെ മരണം ആണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. പന്തളം സ്വദേശി ആകാശ് S. നായർ 23 വയസ്സാണ് ഉള്ളത്. കൊല്ലം പൂയപ്പള്ളി സ്വദേശി ഉമറുദ്ദീൻ ഷമീർ 33 വയസ്സുള്ള യുവാവാണ്. കാസർഗോഡ് ചെർക്കള സ്വദേശി രഞ്ജിത്ത്, അതോടൊപ്പം തന്നെ കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശി കുഞ്ഞിക്കേളു എന്നിവരും അപകടത്തിൽ മരണപ്പെട്ടവരാണ്. പത്തനംതിട്ട വാഴമുട്ട സ്വദേശി PV മുരളീധരൻ അപകടത്തിൽ മരിച്ചിരിക്കുന്നു. കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെബിൻ എബ്രഹാം, കൊല്ലം വെളിച്ചിക്കാല സ്വദേശി ലൂക്കോസ്, കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസ്, കൊല്ലം പുനലൂർ സ്വദേശി സാജൻ ജോർജ് എന്നിവരുടെ മരണം ആണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിലെടുത്തു പറയേണ്ടത് എൽദോ, ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാവുന്ന വിവരങ്ങൾ പരിമിതമാണ്. കാരണം കുവൈറ്റ് അധികൃതർ നൽകുന്ന ഡേറ്റകൾ മാത്രമേ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഈ 41 ഇന്ത്യക്കാരിൽ ഇനിയും മലയാളികൾ ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ച് വലിയ ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം ഇപ്പോൾ മരണപ്പെട്ടവർ മാത്രമല്ല, നിരവധി ആളുകൾ, ഏതാണ്ട് 30-ലധികം പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്. 5 ആശുപത്രികളിൽ ആണ് പ്രധാനമായും ഇവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. കുവൈറ്റിലെ അദാൻ, ജുബൈർ, ഫർവാനിയ, സബ,
ജാസിർ എന്നിങ്ങനെയുള്ള ആശുപത്രികളിൽ ആണ് ചികിത്സയിൽ ഉള്ളത്. ഇതിൽ 5 പേരുടെ നില അതീവ ഗുരുതരം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ 5 പേരിൽ മലയാളികൾ ഉൾപ്പെടുമോ എന്നതിലും വ്യക്തതയില്ല. മാത്രവുമല്ല, ഈ വിവരങ്ങൾ നമുക്കറിയാം ഒരു വലിയ അപകടം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തെറ്റായ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കില്ല. അതോടൊപ്പം പലരും ഇപ്പോൾ വലിയ ആശങ്കയിലാണ് ഉള്ളത്. കാരണം നിരവധി മലയാളിയുടെ ഉടമസ്ഥതയിൽ ഉള്ള സ്ഥാപനത്തിൽ പെട്ട ജീവനക്കാർ ആണ് മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നിരവധി മലയാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോർക്കയുടെ ഹെൽപ്പ് ലൈൻ, അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാം നടപടിക്രമങ്ങൾ ഊർജിതമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഈ അപകടം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ തന്നെ ഉന്നതതല യോഗം ചേർന്നിരുന്നു. അതിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉൾപ്പെടെ ഉള്ളവർ ആണ് പങ്കെടുക്കുകയും ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദേശകാര്യ സഹമന്ത്രിയെ KV സിംഗിനെ, കീർത്തിവർദ്ധൻ സിംഗിനെ കുവൈറ്റിലേക്ക് അയക്കാൻ തീരുമാനിച്ചത്. അതുപ്രകാരം അദ്ദേഹം ഇപ്പോൾ കുവൈറ്റിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഒപ്പം കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡറുടെ സഹായത്തോടു കൂടിയാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട കൂടുതൽ ഏകോപനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബന്ധുക്കൾ വലിയ തോതിൽ ആശങ്കയിലാണ്. ഇത്തരത്തിൽ ബന്ധുക്കൾക്ക് ഉൾപ്പെടെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നവരിൽ എത്ര പേർ സുരക്ഷിതരാണ് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നതിനും വേണ്ടിയൊക്കെയാണ് ഹെൽപ്പ് ലൈൻ സർവീസുകൾ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും കുവൈറ്റ് അധികൃതർ അതീവ ജാഗ്രതയോടുകൂടിയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുകയും ചെയ്യുന്നത്. എങ്ങനെയാണ് ഇത്രമേൽ വലിയ ഒരു അപകടം ഉണ്ടായത് എന്നത് തന്നെയാണ് പരിശോധിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ എൽദോ ഈ രക്ഷാപ്രവർത്തനത്തിന് ആണ് അധികൃതർ കൂടുതൽ ഊന്നൽ നൽകിയത്. ഈ കെട്ടിടത്തിൻ്റെ ബഹുനില കെട്ടിടം ആയതുകൊണ്ട് തന്നെ പരിസര പ്രദേശങ്ങളിലേക്ക് അടക്കം തീ പടരുവാനുള്ള സാധ്യത കൂടുതൽ ആയിരുന്നു. അത് തടയുക എന്നതിനാണ് ഏറ്റവും ആദ്യം ഊന്നൽ നൽകിയത്. അതോടൊപ്പം നിരവധി ആളുകൾ ഈ കെട്ടിട സമുച്ചയത്തിൽ നിന്ന് രക്ഷപ്പെട്ട സാഹചര്യമുണ്ട്. അവർ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ഒതുങ്ങിയും മാറിയുമൊക്കെയാണ് നിന്നത്. അവരെ വളരെ പെട്ടെന്ന് താഴെ എത്തിക്കുന്നതിനുള്ള സംവിധാനം ആണ് പിന്നീട് ഒരുക്കുകയും ചെയ്തത്. ഇനിയിപ്പോൾ എൽദോ സൂചിപ്പിച്ചതുപോലെ ഈ തീപിടുത്തത്തിൻ്റെ യഥാർത്ഥ കാരണം എന്ത് എന്നതൊക്കെ വരും മണിക്കൂറുകളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. പക്ഷേ അഭിലാഷ്, ഇതിലൊരു സംശയം, അതായത് ഈ ഒരു താഴത്തെ നിലയിലുണ്ടായ ആ ഒരു തീപിടുത്തം അത് പടർന്ന് ഇത്രമാത്രം മുകളിലേക്ക് എത്തുന്നു. ഏതാണ്ട് 190ഓളം പേർ ആ കെട്ടിടത്തിൽ താമസിക്കുന്നുണ്ട് എന്നുള്ള ഔദ്യോഗിക കണക്ക്. എന്നാൽ 200ഓളം പേരുണ്ടായിരുന്നു എന്നും പറയുന്നു. അപ്പോൾ അവിടെ നിന്ന് ഉണ്ടായിരുന്ന ആളുകളെ രക്ഷാപ്രവർത്തനം നടത്താനുള്ളൊരു വൈകൽ, ഒരു താമസം ഉണ്ടായോ? കാരണം പുക വന്ന് ശ്വസിച്ചാണ് പലരും മരിക്കുന്നത്. അതോ തീപിടുത്തം അറിയാതെ ഉറങ്ങിപ്പോയവരാണോ പലരും? തീർച്ചയായും എൽദോ അങ്ങനെയാണ്. അതായത് ഞാൻ സൂചിപ്പിച്ചു, പുലർച്ചെ ആയിരുന്നു അപകടം ഉണ്ടായത്. പുലർച്ചെ അവിടെ പ്രാദേശിക സമയം 4:30 ആണ് ഈ അപകടം ഉണ്ടായത്. ഇവിടെ താമസിച്ചിരുന്നവരിൽ ഏതാണ്ട് 20 പേർ ആണ് ഈ സമയത്ത് ഡ്യൂട്ടിക്കായി പുറത്തു പോയിരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് 195 പേർ ഉള്ള ബ്ലോക്കിൽ 20 പേർ ജോലിക്ക് വേണ്ടി പോയതായിരുന്നു. മറ്റെല്ലാവരും തന്നെ ഈ അപകട സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ പുലർച്ചെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം, ഉറക്കത്തിൽ ആയിരുന്നു ആളുകൾ അധികവും. ഈ വിഷപ്പുക ശ്വസിച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാണ് പലരും ഉണർന്നത്. അതിനുശേഷം സ്വാഭാവികമായും നമുക്ക് അങ്ങനെയൊരു സാഹചര്യം ഊഹിക്കാവുന്നതേയുള്ളൂ. എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ് അത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചവർക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത തരത്തിൽ തീ പടർന്നിരുന്നു എന്നുള്ളതാണ്. ശക്തമായ തീയും പുകയും ഈ പല ബ്ലോക്കുകളിലേക്കും എത്തി എന്നുള്ളതാണ്. മാത്രമല്ല, ഈ കുവൈറ്റിലെ ഇത്തരം കെട്ടിട സമുച്ചയങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം. കാലാവസ്ഥ നമുക്ക് പ്രത്യേക സാഹചര്യം അറിയാം. വെന്റിലേഷൻ സംവിധാനങ്ങൾ കുറവുള്ള കെട്ടിടങ്ങൾ ആണ്. പലപ്പോഴും AC ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ തന്നെയാണ് ഈ കെട്ടിടത്തിൽ നടന്നിട്ടുള്ളത്. ഈ കെട്ടിട ഉടമസ്ഥരും അതോടൊപ്പം തന്നെ കമ്പനി ഉടമകളുമെല്ലാം പറയുന്നത് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ക്യാമ്പ് ലേബർ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നത് എന്നാണ്. ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധമായ തരത്തിൽ അല്ല അവിടെ പ്രവർത്തിച്ചിരുന്നത്. ഈ 195 പേർ അവിടെ താമസിച്ചിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത്രയും ആളുകളെ ഉൾക്കൊള്ളുന്നതിനുള്ള കപ്പാസിറ്റി ആ കെട്ടിടത്തിന് ഉണ്ട് എന്നാണ് അധികൃതർ പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അനധികൃതമായ
രീതിയിലല്ല ഈ ജീവനക്കാരെ ഒന്നും തന്നെ പാർപ്പിച്ചിരുന്നത് എന്ന് ആണ് ഇപ്പോൾ കെട്ടിട അധികൃതരും അതോടൊപ്പം തന്നെ കമ്പനി അധികൃതരും പറയുന്നത്. ഏത് തരത്തിലുമുള്ള അന്വേഷണത്തെയും അവർ സ്വാഗതം ചെയ്യുന്നുണ്ട്. അപ്പോഴും നമുക്ക് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് വ്യക്തത കൈവരേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുവൈറ്റിലെ ഭരണ സംവിധാനങ്ങളും അവിടുത്തെ രീതിയും ഒക്കെ അനുസരിച്ച് ഈ കൂടുതൽ ആളുകൾക്ക്, അതായത് മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകളെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ പോലും അവർക്ക് കൃത്യമായ വിവരങ്ങൾ മാത്രമേ പങ്കുവയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ മറുപടി ഉണ്ടാകുന്നതുവരെ ഏതെങ്കിലും തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഒന്നും തന്നെ പങ്കുവയ്ക്കാൻ അവിടെയുള്ളവർ തയ്യാറല്ല. അവിടുത്തെ സംവിധാനങ്ങൾ അനുസരിച്ച് അങ്ങനെ തെറ്റായ ഇൻഫർമേഷനുകൾ നൽകിയാൽ അത് പിന്നീട് നിയമ നടപടികളിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഈ തീപിടുത്തമുണ്ടായി ഇത്രയധികം 6 നിലകൾ ഉള്ള ഒരു കെട്ടിടത്തിലേക്ക് എങ്ങനെയാണ് ഇത്ര വേഗം തീ പടർന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരേണ്ടത്. എന്തായാലും 140ഓളം പേർ സുരക്ഷിതരാണ് എന്ന വിവരം അധികൃതർ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർ ആണ് ഈ അപകടത്തിൽ മരണപ്പെട്ടത്. ഇതിൽ തന്നെ ഈ ജീവനക്കാർക്ക് പുറമെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ എത്ര എന്നത് സംബന്ധിച്ചും വ്യക്തത കൈവരേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാൻ പറ്റുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് തന്നെയാണ് അപകടം എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ സുരക്ഷാ ജീവനക്കാരൻ്റെ ക്യാബിനിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം പാചകം ചെയ്യുന്ന സമയത്തായിരുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ, അവിടെ ഷോർട്ട് സർക്യൂട്ടോ അങ്ങനെയൊക്കെ ഉണ്ടായി, അതിനുശേഷമാണോ സിലിണ്ടർ പൊട്ടിത്തെറിച്ചത്, ഏത് തരത്തിലാണ് ഇങ്ങനെ ഒരു പൊട്ടിത്തെറിക്കിലേക്ക് കടന്നത് എന്നതിൽ ഒക്കെ ഇനിയും കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. നിരവധി പ്രവാസികൾ ഉണ്ട് എന്ന് നമുക്കറിയാം. മാത്രവുമല്ല ഈ കമ്പനിയിൽ അധികവും ജോലി ചെയ്യുന്നത് പത്തനംതിട്ട സ്വദേശികളായിട്ടുള്ള മലയാളികൾ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കോട്ടയം, കൊല്ലം, കാസർഗോഡ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് വർഷങ്ങളായി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെയുണ്ട്. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, അവധിക്ക് ദിവസത്തിന് മുമ്പ് അവിടെ എത്തിയവരുണ്ട്. അതോടൊപ്പം ഓണത്തിന് ഉൾപ്പെടെ തിരിച്ചു വരാൻ കാത്തിരുന്നവർ ഉണ്ട്. അങ്ങനെ കുടുംബവുമായി നിരന്തരം ബന്ധം പുലർത്തുന്ന, നമുക്കറിയാം വീഡിയോ കോൾ അടക്കം ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ, പല ബന്ധുക്കളും ഈ മരണപ്പെട്ടവരെ അടക്കം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പോലും, അതായത് അവർ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പോലും കുടുംബവുമായി വീഡിയോ കോൾ ചെയ്യുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നവർ ആണ് എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരും കുടുംബവുമായി കൃത്യമായി ബന്ധം പുലർത്തിയിരുന്നവർ തന്നെയാണ്. അപകടം എന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്നാണ്. എന്തായാലും ഈ മൃതദേഹം ഉൾപ്പെടെ നാട്ടിലേക്ക് എത്തിക്കാൻ, എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള നടപടികളാണ് ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ കേന്ദ്ര സഹമന്ത്രി കൂടിയായ ജോർജ് കുര്യൻ ഇക്കാര്യം മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നേരിട്ട് തന്നെയാണ് സാഹചര്യം വിലയിരുത്തുന്നത്. ഇനിയിപ്പോൾ മരിച്ചവരുടെ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കുക എന്നതിനാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. കേന്ദ്ര സർക്കാർ അടിയന്തര സഹായം എന്ന നിലയിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപയുടെ അടിയന്തര സഹായം ആണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ എൽദോ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത്, ഈ പൊള്ളലേറ്റവരെ സംബന്ധിച്ചും നമുക്ക് വ്യക്തത കൈവരുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങളിൽ ഈ കെട്ടിടങ്ങളിൽ നിന്ന് എടുത്തു ചാടിയവർക്ക് ഗുരുതരമായ പരിക്കുണ്ട്. അതുപോലെ വിഷപ്പുക ശ്വസിച്ച് അവസാന ഘട്ടത്തിലൊക്കെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി എത്തിച്ചവർക്ക് ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ പൊള്ളലേറ്റവരിൽ അല്ലെങ്കിൽ പൊള്ളലേറ്റ് മരിച്ചവരിൽ തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമുണ്ടോ എന്നത് സംബന്ധിച്ച് നമുക്ക് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമില്ല. അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട് എൽദോ. കാരണം ഈ 11 മലയാളികളാണ് മരണപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഇനിയും കൂടുതൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, അതോടൊപ്പം തന്നെ ഗുരുതരമായി പരിക്കേറ്റവരിൽ എത്ര മലയാളികൾ ഉണ്ട് എന്നതാണ് ഇനിയും അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കാൻ കാരണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇനിയും മരണത്തിൻ്റെ നിരക്ക് ഉയരുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നു. ഇതുവരെ 49 പേരുടെ മരണമാണ് കുവൈറ്റ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. മലയാളികളുണ്ട്, കൂടുതലും അത് മലയാളി ആണ് ഇവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ഉടമ. അത്തരത്തിൽ ഒരുപാട് ഇന്ത്യക്കാർ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 200ഓളം പേർ ആ കെട്ടിടത്തിൽ താമസിച്ചിരുന്നു. ഞാൻ അഭിലാഷ് കെപിയിലേക്ക് മടങ്ങിയെത്താം. ഞാൻ ഒന്ന് കാസർഗോഡേക്ക് പോവുകയാണ്. കാസർഗോഡ് 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ അപകടത്തിൽ. കാസർഗോഡ് ചെങ്കള കുണ്ടടുക്ക ഹൗസിൽ കെ രഞ്ജിത്ത്, ഒപ്പം പിലിക്കോട് എരവൽ സ്വദേശി കേളു
ഈ രണ്ടുപേരുടെ മരണമാണ് അവിടെ നാട്ടിൽ വീട്ടിലേക്കൊക്കെ സന്ദേശമായി ലഭിച്ചത്. KV ബൈജു കാസർഗോഡ് ചേരുന്നുണ്ട്. ബൈജു, ഈ രണ്ട് ആളുകൾ, അവരുടെ ബന്ധുക്കളൊക്കെ എന്താണ് പറയുന്നത്? ഈ കെട്ടിടത്തിൽ പരിചയമുള്ള മറ്റാളുകളൊക്കെ ഉണ്ടോ? ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിശദാംശങ്ങൾ അവർ പറയുന്നുണ്ടോ? എൽദോ, തീർച്ചയായും വളരെ ദുഃഖകരമായ വാർത്ത തന്നെയാണ് ഈ പ്രഭാതത്തിലും പുറത്തു വരുന്നത്. എന്തായാലും 2 മരണം ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ നിന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, കൂടുതൽ പേർ പരിക്കേറ്റവരിൽ കാസർഗോഡ് ജില്ലക്കാരുണ്ട് എന്ന ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ചെങ്കള കുണ്ടെടുക്കത്തെ രഞ്ജിത്ത്, ഒപ്പം തൃക്കരിപ്പൂർ എളമ്പച്ചിയിൽ താമസക്കാരനായ കുഞ്ഞിക്കേളു, ഇവരുടെ 2 പേരുടെയും മരണങ്ങളാണ് ബന്ധുക്കൾ സ്ഥിരീകരിച്ചത്. പക്ഷേ ഇവരുടെ വീട്ടുകാരോട് ഇപ്പോഴും ഈ വിവരം പറഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ മൃതദേഹങ്ങൾ എന്നാണ് നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, അത്തരം കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായതിനു ശേഷം വീട്ടുകാരെ അറിയിച്ചാൽ മതിയെന്ന ഒരു തീരുമാനത്തിലാണ് ഈ ബന്ധുക്കൾ ഉള്ളത്. എന്തായാലും വലിയ ഞെട്ടലിൽ തന്നെയാണ് ബന്ധുക്കളും ഒപ്പം സുഹൃത്തുക്കളും. ഈ രഞ്ജിത്ത് കഴിഞ്ഞ 10 വർഷമായി ഇത്തരത്തിൽ കുവൈത്തിലെ ഈ കമ്പനിയിൽ ജോലി ചെയ്തു വരികയാണ്. 1 വർഷം മുൻപാണ് തന്റെ വീട്ടിന്റെ പാലുകാച്ചൽ ചടങ്ങിനായി രഞ്ജിത്ത് നാട്ടിലേക്ക് എത്തിയത്. എന്തായാലും രവീന്ദ്രൻ രമണി ദമ്പതികളുടെ മകനാണ്. ഇദ്ദേഹത്തിന് 2 സഹോദരങ്ങളുണ്ട്. ഒരാൾ വിദേശത്താണ്. കുഞ്ഞിക്കേളുവാകട്ടെ കഴിഞ്ഞ 25 വർഷമായി ഇവിടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇദ്ദേഹവും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഈ പഞ്ചായത്തിലെ ഒരു ജീവനക്കാരിയാണ്. 2 മക്കളുണ്ട്. ഏതായാലും നമുക്ക് മറ്റൊരു വിവരം ലഭിക്കുന്നത് തൃക്കരിപ്പൂർ സ്വദേശിയായ നളിനാക്ഷിനെ ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റുവെന്നാണ്. ഇദ്ദേഹം മറ്റൊരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഈ സംഭവത്തിനെ തുടർന്ന് 3ാം നിലയിൽ നിന്നും താഴേക്ക് ചാടുമ്പോൾ ഇയാൾക്ക് വലിയ ഗുരുതരമായ പരിക്ക് പറ്റിയ ഒരു വാട്ടർ ടാങ്കിലേക്കാണ് ഇദ്ദേഹം എടുത്തു ചാടിയെന്ന് പറയുന്നു. ഇദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായിരുന്നു. ജീവകാരുണ്യ മേഖലയിൽ വളരെ സജീവമായ ഒരാളാണ്. ഇദ്ദേഹം കഴിഞ്ഞ 6 മാസം മുൻപാണ് നാട്ടിലേക്ക് വന്നിരുന്നത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഗുരുതര പരിക്ക് എന്ന വിവരവും നമുക്കിപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായാലും കൂടുതൽ പേർ കാസർഗോഡ് ജില്ലക്കാർ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ഉണ്ടാവും. മരിച്ചവരിലും കാസർഗോഡ് ജില്ലക്കാർ കൂടുതൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വിവരവും നമുക്ക് എന്തായാലും ലഭിക്കുന്നുണ്ട്. ഏതായാലും നീണ്ട വർഷക്കാലത്തെ പ്രവാസ ജീവിതത്തിനൊടുവിൽ ഇത്തരത്തിൽ ജീവിതം കരുപ്പിടിപ്പിക്കാൻ ആയി ഈ പ്രവാസ ജീവിതം നയിച്ച 2 ജീവനുകളാണ് ഇപ്പോൾ കത്തിക്കരിഞ്ഞ് ഇല്ലാതായിരിക്കുന്നത്. ഏതായാലും വളരെ ദുഃഖകരമായ വാർത്ത തന്നെയാണ് ഈ പ്രഭാതത്തിലും പങ്കുവെക്കാനുള്ളത്. എന്തോ ബൈജു, ഈ 2 പേരുടെ മരണം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കപ്പെടുന്നു. പക്ഷേ മറ്റുള്ളവർ ഇവിടെ പരിക്കേറ്റവർ കാസർഗോഡ് നിന്ന് വീണ്ടും ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരുപാട് പേർ അവിടെ ഉണ്ടെന്നാണോ? അല്ലെങ്കിൽ ആ കെട്ടിടത്തിൽ ഒരുപാട് പേർ കാസർഗോഡ് നിന്നുള്ളവരും ഉണ്ടായിരുന്നു എന്നുള്ളതാണോ? തീർച്ചയായും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയാണ്. ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരും മാത്രമല്ല സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഈ കെട്ടിടത്തിൽ ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. നീലേശ്വരം കണിച്ചറയിലെ ഒരാൾ മരിച്ചതായി വിവരമുണ്ട്. പക്ഷേ ഇതിന് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. അത് മാത്രമല്ല തൃക്കരിപ്പൂർ ഭാഗങ്ങളിൽ 1-2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഏതായാലും ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഇതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ബന്ധുക്കൾ ആണ് ഈ 2 മരണം ഏതായാലും ബന്ധുക്കളാണ് സ്ഥിരീകരിച്ചത്. ഒപ്പം നളിനാക്ഷനെ ഗുരുതരമായി പരിക്കേറ്റ ഈ അപകടത്തിൽ പരിക്കേറ്റ ഇവരും ബന്ധുക്കൾ തന്നെയാണ് സ്ഥിരീകരിച്ചത്. പക്ഷേ ഇവരുടെ വീട്ടുകാരോട് ഈ വിവരം ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം ഇതിലൊരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. മൃതദേഹം എന്നാണ് നാട്ടിലേക്ക് എത്തിക്കുന്നത് സംബന്ധിച്ച് ഒക്കെ കാര്യങ്ങൾ തീരുമാനമുണ്ടായതുണ്ട്. അതിനുശേഷം വീട്ടുകാരെ വിവരം അറിയിച്ചാൽ മതി എന്ന ഒരു തീരുമാനത്തിലാണുള്ളത്. ഏതായാലും വലിയ ഞെട്ടലിൽ തന്നെയാണ്. ഏതായാലും ആശങ്കയുടെ മണിക്കൂറുകൾ തന്നെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത്. ഏതായാലും വരും മണിക്കൂറുകൾ തന്നെ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. ഇതിന് കൃത്യമായ സ്ഥിരീകരണത്തോടുകൂടി മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പുറത്തു പറയാൻ പറ്റൂ. കാരണം നമ്മുടെ കയ്യിൽ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എൽദോ, റൈറ്റ്. എന്നാൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം തന്നെ വരട്ടെ. ബൈജു സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ 4 പേരുടെ മരണമാണ് സംഭവിച്ചത് എന്ന് ശശിനാരായണൻ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശശിയിൽ നിന്നും വിവരങ്ങൾ നമുക്ക് തേടാം. ഇപ്പോൾ നമ്മുടെ അയൽക്കാരോ ബന്ധുക്കളോ അങ്ങനെ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്നൊക്കെ സംശയമുണ്ടെങ്കിൽ നോർക്കയുടെ ഹെൽപ്പ് ഡെസ്ക് ലൈൻ നമ്പറുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം. താഴത്തെ ബ്രേക്കിംഗ് ന്യൂസ് ടിക്കർ ഭാഗത്ത് അതിൽ നോർക്ക ഹെൽപ്പ് ഡെസ്ക് നമ്പർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ബന്ധപ്പെടാവുന്നതാണ്. 24 മണിക്കൂർ ഹെൽപ്പ് ഡെസ്ക് നമ്പറാണ്. അപ്പോൾ ആ നമ്പറുകളിൽ വിളിച്ചാൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ആശങ്ക ഒഴിവാക്കുകയും ചെയ്യാം. എന്നാലും അഭിലാഷ് KP തുടരുന്നു. അഭിലാഷ്,
മലയാളിയുടെ കമ്പനിയാണ്. അപ്പോൾ അത് എവിടെയുള്ള ആളാണ് ഉടമസ്ഥൻ? അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? ഈ കെട്ടിടത്തിൽ താമസിച്ചത് മുഴുവനും ആ മലയാളിയുടെ കമ്പനിയിലെ ജോലിക്കാരായിരുന്നോ? എന്താണ് അവിടെ നിന്നുള്ള വിവരം? എൽദോ സൂചിപ്പിച്ചതുപോലെ, അതായത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്കയുടെ ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പർ അടക്കം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അത് നമ്മുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നോർക്കയുടെ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പേര് സഹിതമുള്ള വിവരങ്ങൾ ആണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഒപ്പം എൽദോ സൂചിപ്പിച്ച മലയാളി ആയ ആൾ ആണ് ഇപ്പോൾ ഈ എബ്രഹാം എന്നു പേരുള്ള ആളിൻ്റെ കമ്പനി ആണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശവും ഈ പത്തനംതിട്ട മേഖലയിൽ തന്നെ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ കമ്പനിയെക്കുറിച്ച് തന്നെ, അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് തന്നെ പറയുന്നത്, ആ മേഖലയിൽ നിന്ന് മാത്രമുള്ള മലയാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകിയിട്ടുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് പത്തനംതിട്ട, കോട്ടയം മേഖലകളിൽ നിന്ന് കൂടുതൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന് എടുത്തു പറയേണ്ടത്. ഇതിൽ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ആകെ മരണം എന്നത് ഇപ്പോൾ 49 ഡേറ്റകൾ അനുസരിച്ച്. അതിൽ 41 പേർ ആണ് ഇന്ത്യക്കാർ ആയിട്ടുള്ളത്. ഇതിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത് 26 പേരെ മാത്രമാണ് എന്നതാണ് എൽദോ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സാഹചര്യം. ഈ 26 പേരിൽ ആണ് 11 പേർ മലയാളികൾ ആണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതായത് ഇനിയും 23 പേരെ തിരിച്ചറിയേണ്ട സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അതിലും മലയാളികൾ ഉൾപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ബൈജു റിപ്പോർട്ട് ചെയ്തതുപോലെ നമ്മൾ ഒരു അനാവശ്യമായ ആശങ്കയോ അല്ലെങ്കിൽ തെറ്റായ വാർത്തയോ അത് പലതരത്തിലുള്ള ആഘാതങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ തന്നെ ഇവരുടെ ബന്ധുക്കൾ ഒക്കെ വലിയ ആശങ്കയിലാണ്. അതുകൊണ്ട് തെറ്റായ ഒരു വിവരം നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കില്ല. ആധികാരികമായ ഡേറ്റകൾ മാത്രമാണ് പങ്കുവയ്ക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ്. പക്ഷേ ആശങ്കയ്ക്ക് ഒട്ടും കുറവില്ല. കാരണം ഈ 23 പേർ, തിരിച്ചറിയാൻ പറ്റാത്ത 23 പേരിൽ മലയാളികൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അതോടൊപ്പം പരിക്കേറ്റിട്ടുള്ളത് 50-ലധികം ആളുകൾക്കാണ്. ഇതിൽ 30ഓളം പേർ, 50-ലധികം പേരിൽ 30ഓളം പേർ മലയാളികൾ ആണ്. അതിൽ തന്നെ 5 പേരുടെ നില അതീവ ഗുരുതരമാണ്. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയൊക്കെയാണ് അവരുടെ ജീവൻ ഇപ്പോൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. തീർച്ചയായും ഈ ദുഃഖകരമായ വിവരമാണ്. പക്ഷെ നമുക്ക് ഇത്തരം വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടിയും വരുന്നുണ്ട്. നിരവധി പേരുകൾ നമ്മുടെ പക്കൽ ഉണ്ട്. ആ പേരുകൾ വായിച്ചെടുക്കുമ്പോൾ അത് മലയാളികളുടെ പേരുകൾ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പേരുകളുടെ സ്വഭാവം നമുക്കറിയാമല്ലോ. ഇപ്പോൾ 41 ഇന്ത്യക്കാരുണ്ടെങ്കിൽ അതിൽ മലയാളികളെ കൃത്യമായി തന്നെ നമുക്ക് ആ പേരുകൾ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിലിപ്പോൾ കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് വ്യക്തമാക്കിയിട്ടുള്ളത്, ഇങ്ങനെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ DNA പരിശോധന അടക്കം വളരെ പെട്ടെന്ന് നടത്തും. അങ്ങനെ മൃതദേഹം തിരിച്ചറിയുക. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള നിരവധി പേരുടെ മൃതദേഹം ഉണ്ട് എന്ന് തന്നെയാണ്. ഒരുപക്ഷെ അതായിരിക്കാം ഈ മരണം ഇത്രയും ഉയർന്നപ്പോഴും ആ പേര് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥിരീകരണത്തിലേക്ക് പോകാൻ അധികൃതർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് എന്ന് വേണം നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ. എന്തായാലും അധികൃതരുടെ സ്ഥിരീകരണം ഉണ്ടാകുന്നതുവരെ നമുക്ക് ആ പേര് വിവരങ്ങൾ നൽകാൻ സാധിക്കില്ല. നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ വളരെ കുറച്ച് കുടുംബാംഗങ്ങളെ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട മരണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ അറിയിച്ചിട്ടുള്ളൂ. അത് കൃത്യമായി ഈ മൃതദേഹം തിരിച്ചറിയാൻ പറ്റിയ പേരുകൾ ആണ്. ഒപ്പം ഈ കുവൈറ്റ് അധികൃതരുടെ പക്കലും അതോടൊപ്പം തന്നെ കമ്പനിയുടെ പക്കലും ഒക്കെ ഈ പേരുകളും ഡേറ്റകളും വളരെ കൃത്യമായി തന്നെ ഉണ്ട് എന്നതാണ്. കാരണം ഇവിടെ കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇടം കൂടിയാണല്ലോ കുവൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യക്തത വരും സമയങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. KP, ഒരു നിമിഷം, ഞാൻ ഈ പത്തനംതിട്ടയിലാണല്ലോ ഏറ്റവും കൂടുതൽ ഈ ദുരന്തം എക്സ്പെക്ട് ചെയ്യുന്ന, അത്രമാത്രം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ശശിനാരായണൻ പത്തനംതിട്ടയിൽ ചേരുന്നുണ്ട്. ശശി, 4 പേർ പത്തനംതിട്ടയിൽ തന്നെ മരിച്ചു എന്നുള്ള വിവരം വരും. നേരത്തെ KP സൂചിപ്പിച്ചതുപോലെ ഈ കമ്പനിയുടെ ഉടമ പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള എബ്രഹാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് നിന്ന് കൂടുതൽ ആളുകളെ അവിടെ ജോലിക്ക് കൊണ്ടുപോയിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള നിരവധിയായിട്ട് ആളുകൾ ആ കെട്ടിടത്തിൽ താമസിച്ചിരുന്നു എന്നും വിവരമുണ്ട്. ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്? മരണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്ന് എത്ര പേരുടേതാണ്? പത്തനംതിട്ട സ്വദേശികളായ 4 പേരാണ് ഈ കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. അത് പത്തനംതിട്ട വാഴവട്ട സ്വദേശി മുരളീധരൻ നായർ, പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ്,
കോന്നി അട്ടച്ചാക്കൽ സ്വദേശി ഷജി വർഗീസ്. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വിവരം അനുസരിച്ചാണ് തിരുവല്ല മേപ്ല സ്വദേശി തോമസ് ഉമ്മൻ, 37 വയസ്സുള്ള തോമസ് ഉമ്മൻ എന്നിവരാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ്. പലരുടെയും ബന്ധുവീടുകളിലും വിവരങ്ങൾ പല മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കളെ അറിയിക്കാതിരിക്കുന്ന സാഹചര്യം കൂടി ചില വീടുകളിലുണ്ട്. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. കാരണം ഈ മലയാളികൾ 10-11 പേര് മരിച്ചതിൽ 4 പേരും പത്തനംതിട്ട ജില്ലക്കാരാണ്. ഈ ആകാശ് പന്തളം സ്വദേശിയായ ആകാശ് 8 വർഷമായി അവിടെ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. 1 വർഷം മുമ്പ് നാട്ടിൽ വന്ന് മടങ്ങിപ്പെട്ടുള്ള ഓഗസ്റ്റിലേക്ക് ഓണത്തിന് വരാനിരിക്കുന്ന ഒരു സമയമായിരുന്നു. അഭിവാദനാണ്. എന്തായാലും ഇത്തരം ഉള്ള ഒരു സംഘടന പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ വിദേശത്ത് ജോലി പോയി വളരെ പ്രതീക്ഷയോട് കുടുംബാംഗങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇത്തരം ഒരു സങ്കടകരമായ വാർത്ത വരുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും കുവൈറ്റിലെ ഈ പത്തനംതിട്ട തിരുവല്ല സ്വദേശിയുടെ അതിലുള്ള കമ്പനിയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികൾ, പത്തനംതിട്ട ജില്ലക്കാരായ മലയാളികൾ ഇനിയും ഈ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവരുടെ കണക്കുകൾ കൃത്യമായി നമുക്ക് ലഭിച്ചില്ല. അത് നേരത്തെ സൂചിപ്പിച്ചുള്ള അവിടുത്തെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള അധികാരികളുടെ ആധികാരികമായ രേഖകൾ ലഭിച്ചെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്തായാലും ആശങ്ക ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അത്ര പേര് മലയാളികൾ കൂടുതൽ ഈ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാം. പക്ഷെ അത് ആരൊക്കെയാണ്, ഇത്തരത്തിൽ അപകടത്തിൽ പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന് ഔദ്യോഗികമായ ഒരു വിശദീകരണം ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുള്ളൂ. എന്തായാലും 4 പേരാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഈ കുവൈറ്റിലെ തീപിടുത്തത്തിൽ നഷ്ടമായിരിക്കുന്നത്. എന്തായാലും ഇവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ സർക്കാരുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റും ഒക്കെ അതിന്റെ നടപടി പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുക. എന്തായാലും വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് ഇത്. കാരണം മറ്റ് പ്രദേശത്തു നിന്നും നമുക്ക് ഈ അറിഞ്ഞ ഈ 4 വീടുകളിൽ നിന്നും പല വീടുകളിലും ഒക്കെ ഈ മരണപ്പെട്ട വീടുകളിൽ അവരുടെ അടുത്ത ബന്ധുക്കളെ ഈ വിവരം അറിയിച്ചിട്ടില്ല എന്നുള്ള വിവരം കൂടി നമുക്ക് അറിയാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിനും പരിമിതിയുണ്ട്. എന്തായാലും ഈ മരണം 4 പേരുടെയാണ് ഇപ്പോൾ നിലവിലുള്ള കണക്കനുസരിച്ച് അറിയുന്നത്. കാരണം എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുള്ള ഒരു കമ്പനി തന്നെ ഉണ്ടായിരുന്നത്. ഫ്ളാറ്റും ഇപ്പൊ തീപിടുത്തം ഉണ്ടായ ഫ്ളാറ്റും എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചിരുന്നു. പക്ഷേ യാദൃശ്ചികമായുണ്ടായുള്ള അപ്രതീക്ഷിതമായുണ്ടായ ഒരു തീപിടുത്തത്തിൽ പലരും ഈ പുക ശ്വസിച്ചും അതുപോലെ തന്നെ രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ അത് പുറത്തേക്ക് ചാടി നോക്കിയാണ് ഇത്തരം ഒരു സാഹചര്യം മരണം ഉണ്ടാവാൻ കാരണമെന്നാണ് അറിയുന്നത്. എന്തായാലും വിവരങ്ങൾ ഇനി ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മറ്റ് കാര്യങ്ങൾ കൂടുതൽ നമുക്ക് പങ്കുവെക്കാൻ കഴിയുള്ളൂ. ഇവരുടെ മൃതദേഹങ്ങൾ, മരണപ്പെട്ട മൃതദേഹങ്ങൾ ബന്ധപ്പെട്ട അധികൃതരുമായി ബന്ധപ്പെട്ട അധികൃതർ അതിന്റെ നടപടി ചെയ്ത് നാട്ടെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരും. എൽദോ, ശശി, ഇവര് എത്ര നാളായി ഒക്കെ അവിടെ കുവൈത്തിൽ തന്നെ ജോലി ചെയ്യുന്നവരാണ്? ദീർഘനാളുകളായി ഇതേ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന ആളുകളാണ് ഈ മരിച്ച 4 പേരും? നിലവിൽ ആകാശ് 8 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്ത് വരുന്ന വ്യക്തിയാണ്. 1 വർഷം മുമ്പാണ് നാട്ടില് പന്തളത്ത് വീട്ടിലെത്തിയിട്ട് തിരിച്ച് പോയത്. ഈ ഓണത്ത്, അതായത് ഓഗസ്റ്റിൽ തിരിച്ചു വരുമെന്നുള്ള വീട്ടുകാരെ അറിയിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ കോന്നി അട്ടച്ചാക്കൽ സ്വദേശി ഷജി വർഗീസും ഇത്തരത്തിൽ അവിടെ വിദേശ ജോലി ചെയ്തു വരുന്നത്. അത് നേരത്തെ ഇങ്ങനെ കമ്പനി ഉണ്ടായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും 4 പേരും പലരും വീട്ടിൽ തലേന്ന് രാത്രി വീഡിയോ കോളൊക്കെ ആയി സംസാരിച്ച ആളുകളുമുണ്ട്. അതിനിടയിലാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായത്. എന്തായാലും വലിയ നഷ്ടം പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചും വീട്ടുകാരെ, കുടുംബത്തിനെ സംബന്ധിച്ചും വളരെ കഷ്ടം തന്നെയാണ് ഇവരുടെ വേർപാട് ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടുതൽ പേര് ഇനി ഉണ്ടാകുമെന്നൊരു സൂചന നമുക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. കാരണം കൂടുതൽ പേർ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. പത്തനംതിട്ട ജില്ലയിലെ കമ്പനി ആയതുകൊണ്ട് തന്നെ പത്തനംതിട്ടക്കാരായ മലയാളികൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇനിയും ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അത് കൃത്യമായി കണക്ക് അറിയാൻ കഴിയുള്ളൂ. എന്തായാലും 4 പേരുടെ മരണവിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 4 പേരും, ഒരാള് പത്തനംതിട്ട വാഴമുട്ട സ്വദേശി മുരളീധരൻ നായരും, കോന്നി അട്ടച്ചാക്കൽ സ്വദേശി ഷജി വർഗീസ്, പന്തളം സ്വദേശി ആകാശ്, ഇപ്പോൾ ആദ്യമായി ഇപ്പോൾ ഉടൻ നമ്മൾ അല്പസമയം പറഞ്ഞ ആളാണ് തിരുവല്ല മേപ്ല സ്വദേശി തോമസ് ഉമ്മൻ, 37 വയസ്സുള്ള. ഇത്രയും 4 പേരുടെയാണ് വിവരങ്ങൾ ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിനെയും മറ്റു കാര്യങ്ങൾ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ കൂടിയുണ്ട്, ചികിത്സയുള്ളവരുണ്ട്. അവരുടെയൊക്കെ പൂർണ്ണമായ ഒരു വിവരം ലഭിച്ചെങ്കിൽ മാത്രമേ കൃത്യമായി നമുക്കൊരു വിവരം പങ്കുവയ്ക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ശശിയാണ് പത്തനംതിട്ടയിൽ വിവരങ്ങൾ പങ്കുവച്ചത്. ശശി നാരായണൻ എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക്, സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് നമുക്ക് പങ്കുചേരാം. KP അഭിലാഷിലേക്ക് ഞാൻ വീണ്ടും പോവുകയാണ്. അഭിലാഷ്, ഇപ്പോൾ ശശി സൂചിപ്പിച്ചതുപോലെ ഈ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ പത്തനംതിട്ടയിൽ നിന്ന് ഒരുപാട് പേർ അവിടെ ജോലി ചെയ്യുന്നു. നേരത്തെയും KP സൂചിപ്പിച്ചു. കൂടുതൽ കണക്കുകൾ വരുമ്പോൾ അതിൽ ഇനിയും
മലയാളികൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. പക്ഷെ അപ്പോഴും ഈ അപകടത്തിൻ്റെ ഒരു തീവ്രത അത് അതിഭീകരമാണ്. ഈ കുവൈറ്റ് സർക്കാർ വളരെ ശക്തമായി നടപടിയെടുക്കുന്ന സർക്കാരാണ്. പ്രത്യേകിച്ചും ഈ ഔദ്യോഗികമായിട്ടുള്ള കൃത്യമായിട്ടുള്ള രേഖകളൊക്കെ പാലിച്ച് തന്നെ കെട്ടിടത്തിൽ താമസം ഉൾപ്പെടെ അനുവദിക്കൂ, അങ്ങനെ എല്ലാ നടപടിക്രമങ്ങളും പാലിക്കുന്ന ഒരു ഇടത്ത് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചു. എന്തൊക്കെയാണ് സർക്കാർ തലത്തിൽ ഉണ്ടാകുന്ന ഇടപെടലുകൾ, നടപടികൾ എന്തൊക്കെയാണ് കുവൈറ്റ് എടുത്തിട്ടുള്ളത്? എൽദോ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാളിയായ KJ എബ്രഹാമിൻ്റെ ഉടമസ്ഥതയിലുള്ള NBTC എന്ന കമ്പനിയുടെയും അതോടൊപ്പം തന്നെ ഹൈവേ സൂപ്പർ മാർക്കറ്റ് എന്ന സ്ഥാപനത്തിലെയും ജീവനക്കാരാണ് ഈ ഫ്ലാറ്റ് സമുച്ചയത്തിൽ താമസിച്ചിരുന്നത് എന്നതാണ്. KJ എബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ നമുക്ക് ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ 22ാമത്തെ വയസ്സിൽ ഈ വിദേശത്ത് എത്തുകയും പിന്നീട് പതിറ്റാണ്ടുകളായി അവിടെ തുടരുകയും ചെയ്യുന്ന വ്യവസായിയാണ്. വലിയ വ്യവസായിയായി വളർന്ന ഏതാണ്ട് 4000 കോടി രൂപയുടെ അസറ്റ് ഉള്ള വിവിധ മേഖലകളിൽ ഉൾപ്പെടെ കൺസ്ട്രക്ഷൻ, റിയൽ എസ്റ്റേറ്റ്, ഹോട്ടൽ, ലോജിസ്റ്റിക്സ്, അങ്ങനെ വിവിധ മേഖലകളിൽ ഉൾപ്പെടെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു വ്യവസായി കൂടിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ പ്രവാസി എന്ന നിലയിൽ ഒരു വ്യവസായിയോട് നമുക്കറിയാം പലപ്പോഴും ഈ ഗൾഫ് രാജ്യങ്ങൾ വലിയ തോതിൽ അവരുമായി മികച്ച സൗഹൃദം, പ്രത്യേകിച്ച് മലയാളി വ്യവസായികളുമൊക്കെയായി മികച്ച സൗഹൃദം പുലർത്തുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ നിയമം കർശനമായി പാലിക്കപ്പെടുന്ന രാജ്യം കൂടിയാണ്. ഇവിടെ ഇപ്പോൾ ഈ സ്പോൺസറും ഈ ബിൽഡിങ്ങിൻ്റെ ഓണറും ഒരാൾ തന്നെ ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്പോൺസറിൽ നിന്ന്, ഈ ബിൽഡിംഗ് ഓണറിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചറിയുമ്പോൾ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ അനധികൃതമായോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായോ കെട്ടിടം പ്രവർത്തിച്ചിരുന്നോ എന്നതിൽ വ്യക്തത കൈവരികയുള്ളൂ. അതിനപ്പുറത്ത് നമുക്കറിയാം ലേബർ ക്യാമ്പുകളിൽ കൂടുതൽ ആളുകൾ ചെറിയ പ്രദേശത്ത് തിങ്ങിപ്പാർക്കുന്ന സാഹചര്യം ഉണ്ട്. അത് അനുവദനീയവുമാണ്. അങ്ങനെ ഉള്ള കെട്ടിടത്തിൽ തന്നെയാണ് ഇവർ താമസിച്ചിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത് ഈ എയർ കണ്ടീഷൻ സംവിധാനമടക്കം റൂമുകൾക്ക് നൽകിയിരുന്നു. അങ്ങനെ തൊഴിലാളികൾക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടും നേരിടാത്ത തരത്തിലുള്ള സൗകര്യങ്ങളാണ് ഒരുക്കി കൊടുത്തിരുന്നത് എന്നതാണ് ഇപ്പോൾ ഈ ബിൽഡിംഗ് ഓണർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം. അതോടൊപ്പം ഇത്രമേൽ ക്രെഡിബിലിറ്റി ഉള്ള വ്യവസായിയും അദ്ദേഹത്തിൻ്റെ സ്ഥാപനവുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അനധികൃതമായോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായോ ആണ് ഇത് പ്രവർത്തിച്ചിരുന്നത് എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ആ സാധ്യത തള്ളിക്കളയാനും ആകില്ല. എന്തായാലും മലയാളി ആയതുകൊണ്ട് തന്നെ ഈ നിരണം, തിരുവല്ല ഉൾപ്പെടെയൊക്കെയുള്ള മേഖലകളിൽ നിന്ന് ഉള്ള മലയാളികൾ ആണ് അധികവും ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് 41 ഇന്ത്യക്കാർ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ മലയാളികൾ ഉണ്ടാകുവാനുള്ള സാധ്യത നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആകരുത് എന്നാണ്. എങ്കിൽ പോലും പ്രവാസികളിൽ അധികവും മലയാളികൾ ആണ് എന്ന് നമുക്കറിയാം. കുവൈറ്റ് പോലുള്ള രാജ്യത്ത് മലയാളിയായ ഒരു ബിസിനസ്സുകാരൻ്റെ സ്ഥാപനത്തിൽ സ്വാഭാവികമായും മലയാളികൾ അധികമായി ഉണ്ടാകും. അതിൽ തന്നെ പതിറ്റാണ്ടുകളായി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ ഉണ്ട്. ഏറെ നാളാകാതെ കുവൈറ്റിലേക്ക് എത്തിയ മലയാളികൾ ഉൾപ്പെടെ ഉള്ളവർ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ എത്ര മലയാളികൾ എന്നത് തന്നെയാണ് നമുക്ക് ആശങ്കയുണ്ടാക്കുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ 41 ഇന്ത്യക്കാർ എന്നതാണ് വലിയ വെല്ലുവിളിയായി മാറിയിട്ടുള്ളത്. ഇവരെ എല്ലാവരെയും തന്നെ തിരിച്ചറിയേണ്ടതുണ്ട്. കേരളത്തിന് പുറത്തെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ളവർ ആണ് ഈ മരണപ്പെട്ടത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതിനുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നേരിടുന്നത്. അതുകൊണ്ടാണ് DNA പരിശോധന നടത്തേണ്ടതുണ്ട്. എങ്കിൽ അങ്ങനെ നടത്തി മൃതദേഹം തിരിച്ചറിയും എന്ന് കീർത്തിവർദ്ധൻ സിംഗ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം ഈ മൃതദേഹം എങ്ങനെ നാട്ടിലേക്ക് എത്തിക്കാം എന്നത് സംബന്ധിച്ച ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. മൃതദേഹം അവിടെ സാങ്കേതികമായ മറ്റ് നടപടിക്രമങ്ങൾ, അതായത് കുവൈറ്റ് എന്ന രാജ്യത്തെ ഇത്തരത്തിലൊരു അപകടമുണ്ടായാൽ അവിടെ ഉണ്ടാകുന്ന സാങ്കേതികമായ നടപടിക്രമങ്ങൾ, നിയമപരമായ നടപടിക്രമങ്ങൾ, അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം മൃതദേഹം ഇന്ത്യയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിന് എന്താണ് ചെയ്യേണ്ടത്, പ്രത്യേക വിമാനത്തിൽ ആണോ ഈ മൃതദേഹം എത്തിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ എത്തിക്കുന്ന മൃതദേഹം അതിപ്പോൾ എവിടെയുള്ള ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ളവരാണോ അധികം മരണപ്പെട്ടിട്ടുള്ളത് എങ്കിൽ എവിടേക്കാണ് മൃതദേഹം എത്തിക്കേണ്ടത്, എത്തിച്ച ശേഷം എങ്ങനെയാണ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾക്കിപ്പോൾ
കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടിരിക്കുന്നു. അതായത് ഈ അംബാസഡറുമായി ഇത്തരം ആശയവിനിമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അല്പസമയം മുമ്പ് കൂടി വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള പ്രതികരണം. എല്ലാ നടപടികളും ഏകോപിപ്പിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ മലയാളികൾ ആരൊക്കെ എന്നത് തന്നെയാണ് നമുക്ക് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നല്ല എങ്കിൽ കൂടിയും നമുക്ക് ആവർത്തിച്ച് പറയേണ്ടത് ഈ മരണസംഖ്യ ഇനിയും ഉയരാൻ, അതായത് മരിച്ചവരുടെ പട്ടികയിലേക്ക് കൂടുതൽ മലയാളികൾ, നമുക്കറിയാമല്ലോ അല്പസമയം മുമ്പ് പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ നൽകിയ റിപ്പോർട്ട്, അതിൽ തന്നെ ഒരു മരണം അല്പസമയം മുമ്പാണ് ബന്ധുക്കളെ അറിയിച്ചത് എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ മാത്രമേ ഈ മലയാളികളുടെ ഒരു ലിസ്റ്റ് കൃത്യമായി പുറത്തുവിടാൻ സാധിക്കുകയുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപകടത്തിൽപ്പെട്ടവരുടെ അല്ലെങ്കിൽ മരണപ്പെട്ടവരുടേത് എന്ന സൂചനയിൽ നിന്ന് നിരവധി മലയാളികളുടെ പേരുകൾ ഇനിയും കാണുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് കുവൈറ്റ് അധികൃതർ സ്ഥിരീകരിക്കാതെ പുറത്തുവിടാൻ പറ്റില്ല. ഒപ്പം പരിക്കേറ്റവരുടെ പട്ടികയിലും മലയാളികളുടെ പേര് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ 5 പേർ ഗുരുതരാവസ്ഥയിലാണ് എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അതിലും വ്യക്തമാണ്. എന്നാലും ഈ കൂടുതൽ കണക്കുകൾ അത് ആശങ്കപ്പെടുന്ന തരത്തിൽ ഉയരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. ഞാൻ ശരണ്യയിലേക്ക് ഇവിടുന്ന് പോകുന്നുണ്ട്. ശരണ്യ ആലപ്പുഴയിൽ നിന്നാണ് ചേർന്നത്. ശരണ്യ, അവിടെ ആരൊക്കെയാണ് ഈ അപകടത്തിൽ പെട്ടുപോയത്? ഈ ദുരന്തത്തിൽ മരണം സംഭവിച്ചത് ആർക്കൊക്കെയാണ് അവിടെ? ആലപ്പുഴ ജില്ലയിൽ നിലവിൽ മറ്റ് പേരുവിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. അത്തരത്തിലൊരു ഈ അപകടത്തിൽപ്പെട്ടവരുടെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. മറിച്ച് പത്തനംതിട്ട ജില്ലയിൽ ആലപ്പുഴ ജില്ലയുടെ തൊട്ടടുത്ത ജില്ലയായ പത്തനംതിട്ടയിലാണ് ഇപ്പോൾ 3 മരണം സ്ഥിരീകരിക്കുകയും ഇപ്പോൾ 4ാമത്തെ ആളുടെ മരണം കൂടി ഇപ്പോൾ തിരുവല്ല സ്വദേശിയുടെ അപകടത്തിൽ ഉൾപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരം ലഭ്യമായിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും പത്തനംതിട്ട സ്വദേശികളാണ്. അതായത് വാഴമുട്ടം സ്വദേശി PV മുരളീധരൻ, അദ്ദേഹത്തിന് 61 വയസ്സാണ്. അദ്ദേഹം വാഴമുട്ടം പുളുങ്ങുന്നെയ്തിൽ വടക്കേതിൽ PV മുരളീധരൻ നായർ എന്നാണ് അദ്ദേഹത്തിന്റെ വിശദാംശങ്ങൾ, പേരും മറ്റ് അഡ്രസ്സും ഒക്കെ തന്നെ. ഒപ്പം പന്തളം മുടിയൂർപ്പണം സ്വദേശി ആകാശ് S നായർ മരിച്ചിട്ടുണ്ട്. 31 വയസ്സാണ് ആകാശിന്. ആകാശ് 8 വർഷം മുമ്പാണ് വിദേശത്തേക്ക് പോയത്. പിന്നീട് അവിടെ നിന്നും 1.5 വർഷം മുമ്പ് മടങ്ങി എത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിന് അടക്കം നടക്കുന്നുണ്ട്. അത് ഈ ഓണത്തിന് തിരിച്ചു വരാനിരിക്കെയായിരുന്നു ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അമ്മ ശോഭന മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരിയാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി ഇവരുടെ വീട്ടിൽ, അതായത് ഈ പത്തനംതിട്ടയിൽ മരണപ്പെട്ട പലരുടെയും അടുത്ത ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ മുരളീധരൻ നായർ അടക്കമുള്ള ആളുകളുടെ ഭാര്യയും ഒക്കെ ഒന്നും വിവരം അറിയിച്ചിട്ടില്ല അവരുടെ കുടുംബം. അതുകൊണ്ട് തന്നെ അതീവ ദുഃഖകരമായ ഒരു അന്തരീക്ഷമാണ്. ഇവരോട് ഇനി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത്. ഈ തിരുവല്ല സ്വദേശിയും മരിച്ചിട്ടുണ്ട്. കോന്നി അട്ടച്ചാക്കൽ സ്വദേശി ചേന്നശ്ശേരിയിൽ സജീവ് വർഗീസ്, സജുവിന്റെയും വീട്ടില്, ഈ മരിച്ചവരിൽ ആകാശിന്റെ വീട്ടിൽ വെച്ചു. കാരണം ആകാശിന്റെ അമ്മ ആളുകൾ വരുന്നത് കണ്ട് ടെലിവിഷനിൽ കണ്ടാണ് മകന്റെ മരണവിവരം അറിഞ്ഞത്. ഒരു സഹോദരി മാത്രമാണ്, അച്ഛൻ നേരത്തെ മരിച്ചു പോയതാണ്. ബാക്കി ഉള്ളവരുടെ ഒന്നും വീടുകളിൽ ഇനിയും അടുത്ത ബന്ധുക്കളായിട്ടുള്ള ആളുകൾ, ഭാര്യയൊക്കെ ഉൾപ്പെടെയുള്ള ആളുകളെ ഒന്നും പലരെയും വിവരം അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. തിരുവല്ല സ്വദേശിയുടെ മരണവിവരം കൂടി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരും വിശദാംശങ്ങളും ഒക്കെ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും. പത്തനംതിട്ട ജില്ലയിലാണ് ഇതിന്റെ ഒരു വലിയ ആഘാതം. 4 പേരാണ് മരണമടഞ്ഞതായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിവരം ലഭിച്ചിരിക്കുന്നത്. ശരി, ശരണ്യാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശശിനാരായണനൊപ്പം KV ബൈജു ആണ് വിവിധ ഇടങ്ങളിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിൻ്റെ സമഗ്ര വിവരങ്ങൾ പങ്കുവച്ചത് KP അഭിലാഷ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. നമ്മളെന്താണെങ്കിലും ഈ വാർത്തയിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്കതിലേക്ക് വീണ്ടും വരാം. ഇതിനിടെ ഈ കുവൈറ്റ് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോക കേരള സഭയുടെ ഉദ്ഘാടന സമ്മേളനവും സെമിനാറും അനുബന്ധ പരിപാടികളും ഒഴിവാക്കാൻ തീരുമാനമായി. 14-15 തീയതികളിൽ ലോക കേരള സഭ സമ്മേളനം നിശ്ചയിച്ച പ്രകാരം നടക്കും. ആഘോഷ പരിപാടികൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് വിവരം. കൂടുതൽ വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. നേരിടുന്നതിന് വേണ്ടി മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ആശ്വാസമേകുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ സജീവമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി
കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരുന്നു. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും ഈ വിഷയത്തിൽ ആ തരത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നോർക്ക പ്രത്യേക കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. അതിൽ മലയാളികൾ അടക്കമുള്ളവർക്ക് വേഗത്തിൽ ബന്ധപ്പെട്ട് അവരുടെ ബന്ധുക്കളുടെ വിവരങ്ങൾ തിരക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം അവിടെ ഒരുക്കിയിട്ടുമുണ്ട്. ആ തരത്തിലാണ് സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഈ ദുരന്തം ഏറ്റവും അധികം ബാധിക്കുക മലയാളികളെയാണ്. കാരണം ഏറ്റവും അധികം മലയാളികളാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നതിനാൽ തന്നെ ആ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഈ കമ്പനി ഉടമയും മലയാളിയാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഇടപെടലും അങ്ങനെ ഉണ്ടാവുന്നതാണ് മനസ്സിലാകുന്നത്. നാളെ ലോക കേരള സഭ ആരംഭിക്കാനിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോക കേരള സഭയുടെ എല്ലാ ആഘോഷ പരിപാടികളും ഉപേക്ഷിക്കാനുള്ള തീരുമാനം വന്നിട്ടുണ്ട്. നാളെ ഉദ്ഘാടന ചടങ്ങ് ഉണ്ടാവില്ല. മറ്റ് സെമിനാർ പരിപാടികളിലും മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം ആഘോഷമുണ്ടാക്കുന്ന ഒരു പരിപാടികളും വേണ്ട എന്ന് ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൈക്കൊണ്ടിട്ടുണ്ട്. ഈ ദുരന്തം വലിയ തരത്തിലുള്ള ഞെട്ടലാണ് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. കാരണം ഇന്ന് വെളുപ്പിനെ 4:30 പ്രാദേശിക സമയം 4:30 അപകടമുണ്ടാവുന്നത്. അപകടമുണ്ടായപ്പോൾ അപകടത്തിൻ്റെ തീവ്രത വർദ്ധിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കെട്ടിടത്തിൻ്റെ അടിയിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറുകളും പൊട്ടിത്തെറിച്ചതാണ്. ഇത് തീ കൂടുതൽ പടർന്നു പിടിക്കുന്നതിനും ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നതിനും ഇടയാക്കി എന്നതാണ് ദുരന്തത്തിന് ഇത്തരമൊരു പശ്ചാത്തലം ഒരുങ്ങുന്നത്. മുറിക്കുള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്നവർ തീയും പുകയും കണ്ട് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അങ്ങനെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടിയ നിരവധി പേരും മരണത്തിന് കീഴ്പ്പെട്ടു. മോർണിംഗ് വൈബ്സ് തുടരുമ്പോൾ നമ്മൾ മറ്റു വാർത്തകളിലേക്ക് കൂടി പോവുകയാണ്. കോൺഗ്രസിന് മുന്നറിയിപ്പുമായി ശശി തരൂർ. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJP മുന്നേറ്റം ഒരു ട്രെയിലർ മാത്രമാണെന്ന് ശശി തരൂർ പറയുന്നു. മുഴുവൻ സിനിമ ഇനി കാണാനിരിക്കുന്നതേയുള്ളൂ. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 2 നഗരങ്ങൾ പിടിക്കാനാണ് BJPയുടെ ശ്രമം. അതിലൊന്ന് തിരുവനന്തപുരമാണെന്നും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 25 സീറ്റുകൾ വരെ നേടുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടലെന്നും ശശി തരൂർ പറഞ്ഞു. അത് തടയാൻ വേണ്ട ജാഗ്രത കാണിക്കണമെന്നും തരൂർ ഓർമ്മിപ്പിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ട്രെയിലർ മാത്രമാണ്. ഈ പൂർണ്ണ സിനിമ വരാൻ പോണേ ഉള്ളൂ. അടുത്ത വർഷത്തിലത്തെ നഗരസഭയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ നന്നായി ഇറങ്ങാൻ പോകണം. അവർ പല പാഠങ്ങൾ പഠിച്ചിട്ട് 1-2 പ്രധാനപ്പെട്ട നഗരങ്ങളെ പിടിച്ചെടുക്കാനൊരു ഉദ്ദേശമുണ്ട്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് തിരുവനന്തപുരം അവരുടെ ടാർഗറ്റ് നമ്പർ 1 ആണ്. നിങ്ങൾ മറക്കരുത്. നിങ്ങളെല്ലാവരും ഞാൻ ഇന്ന് പറയുന്നത് മനസ്സിൽ വെച്ചോളൂ. കാരണം നമുക്ക് ഉള്ള ചില സംഘടന കുറവുകളൊക്കെ നല്ലോണം മനസ്സിലാക്കിയിട്ട് അവര് ശക്തമായിട്ട് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 വർഷത്തെ നിയമസഭയിൽ ചിലവർ സംസാരിക്കേണ്ടത് നിങ്ങൾ വർഷങ്ങളെ 25 സീറ്റൊക്കെ അവർക്ക് നിയമസഭയിൽ കിട്ടാൻ സാധിക്കുമെന്നൊക്കെയാണ് അവരുടെ വിശ്വാസം. ഇത്ര ധൈര്യം വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം ചെയ്തിട്ടും കൂടി അവർക്ക് ഒരു സീറ്റ് ജയിക്കാൻ സാധിച്ചു. എറണാകുളം മണ്ഡലത്തിലെ തോൽവിക്ക് പിന്നാലെ LDF സ്ഥാനാർത്ഥി KJ ഷൈനിനെതിരെ രൂക്ഷ വിമർശനമുന്നയിച്ച് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ രംഗത്തെത്തി. വോട്ടെണ്ണുന്നതിന് 2 ദിവസം മുൻപ് എതിർ സ്ഥാനാർത്ഥിക്ക് വിജയാശംസകൾ നേർന്ന് ശബ്ദ സന്ദേശം അയച്ചതായും ആരോപണമുണ്ട്. KJ ഷൈൻ ധിക്കാരപൂർവ്വം പെരുമാറിയെന്നും സ്വന്തമായി പണം പിരിച്ചുവെന്നും യോഗത്തിൽ കുറ്റപ്പെടുത്തലുണ്ടായി. ഇടത് സ്ഥാനാർത്ഥി KJ ഷൈനെതിരെയാണ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകിയത്. സ്ഥാനാർത്ഥി നിർണയ സമയത്ത് തന്നെ KJ ഷൈനെതിരെ വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഷൈൻ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ധിക്കാരപൂർവ്വമാണ് പെരുമാറിയത്. കൃത്യസമയങ്ങളിൽ പ്രചരണത്തിന് എത്തിയില്ല. പ്രചരണവേളകളിൽ വിശ്രമത്തിന് ആഡംബര സൗകര്യങ്ങൾ ആവശ്യപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചാണ് പരാതി. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വോട്ട് വ്യത്യാസത്തിലാണ് എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ CPM പരാജയപ്പെട്ടത്. തുടർന്ന് തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ കൂടിയപ്പോഴാണ് സ്ഥാനാർത്ഥിക്കെതിരെ പരാതികൾ ഉയർന്നത്. വോട്ടെണ്ണുന്നതിന് 2 ദിവസം മുമ്പ് എതിർ സ്ഥാനാർത്ഥിക്ക് വിജയാശംസകൾ നേർന്ന് KJ ഷൈൻ ശബ്ദ സന്ദേശം അയച്ചതായും ആരോപണമുണ്ട്. പരാതി ജില്ലാ കമ്മിറ്റി ഗൌരവത്തോടെയാണ് കാണുന്നത്. പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് അറിയുന്നത്. ന്യൂസ് 18 കൊച്ചി. എറണാകുളം വൈപ്പിൻകരയിൽ വനിതാ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ ക്വട്ടേഷൻ സംഘത്തിനായി അന്വേഷണം ഊർജിതം. ഓട്ടോ ഡ്രൈവറുടെ ബന്ധുവടക്കം 4 പേർ ഇപ്പോഴും ഒളിവിലാണ്. കേസിൽ ബന്ധു ഉൾപ്പെടെ 2 പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ഡാനി പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി,
ഈ ബന്ധു അത് കുടുംബ പ്രശ്നം കൊണ്ട് നൽകിയ കൊട്ടേഷനാണ് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. എന്താണ് നിലവിലത്തെ അവസ്ഥ? എൽദോ ഇവരെ തമ്മിൽ അടുത്ത ബന്ധുവീടും അതോടൊപ്പം തന്നെ ഈ ജയ ഓട്ടോ ഡ്രൈവർ ജയയുടെ വീടും തമ്മിലുണ്ടായിരുന്നൊരു വിഷയം, ഇവർ അതിർത്തി സംബന്ധമായ കാര്യങ്ങൾ, ചില തർക്കങ്ങൾ ഈ ബന്ധു വീടുമായിട്ട് ഉണ്ടായിരുന്നു. ഇത് പലതവണ പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചു, പക്ഷെ നടക്കാതെ വന്നു. പിന്നീട് അത് പലപ്പോഴും മറ്റ് പല സ്വാരസ്യങ്ങളിലേക്കും എല്ലാം നീണ്ടു. ഇതിൽ പ്രകോപിതയായിട്ടാണ് ഇവർക്ക് കൊട്ടേഷൻ നൽകിയതെന്നാണ് പോലീസ് കണ്ടെത്തിയിരുന്നത്. ഇവർക്ക് മർദ്ദനമേറ്റ അതിനുശേഷം ഇവരെ കണ്ടെത്തുമ്പോഴും അതിന് ചില സൂചനകൾ പോലീസിന് അത്തരം ചില മൊഴികൾ ലഭിച്ചിരുന്നു. ഇതാകാനുള്ളൊരു സാധ്യതയുണ്ട്, ഒരു കൊട്ടേഷൻ ആക്രമണമാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന തരത്തിൽ പോലീസിന് മൊഴിയുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് കൊട്ടേഷൻ ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ബന്ധുവും അതോടൊപ്പം തന്നെ അവരുടെ ഭർത്താവും ചേർന്നാണ് ഈ കൊട്ടേഷൻ നൽകിയത്. ഇവരെ മർദ്ദിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇവരെ ഓട്ടോ വിളിച്ച് അവരെ ബീച്ച് ഭാഗത്തേക്ക് കൊണ്ടുപോവുക എന്ന രീതിയിലേക്ക് ഈ സംഘം കൃത്യമായി പ്ലാൻ നടപ്പാക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു തവണ ഇവർ ഇങ്ങനെയൊരു ശ്രമം നടത്തിയിരുന്നെങ്കിലും അന്ന് ഇവരെ ഓട്ടോ സ്റ്റാൻഡിലെത്തി ഇവരെ വിളിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. രണ്ടാമത്തെ ദിവസമാണ് ഈ പ്ലാൻ നടപ്പാക്കുന്നത്. പോലീസ് ഇടപെടുകയാണ്. എം കെ രാഘവൻ ഇപ്പോൾ MP മാധ്യമങ്ങളെ കാണുകയാണ്. തത്സം കോഴിക്കോട് കിനാലൂർ അവിടെ കയ്യിൽ 150 ഏക്കർ ഭൂമിയുണ്ട്. അതുകൂടെ 100 ഏക്കർ ഭൂമി എക്വയർ ചെയ്താൽ മതി. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് വളരെ ആലോചിച്ചിട്ടാണ് ഒരുപാട് നിർദ്ദേശങ്ങളൊന്നും. പക്ഷെ മലബാറിൻ്റെ പൊതുവെയുള്ള പിന്നോക്കാവസ്ഥ ആരോഗ്യരംഗത്തെ അതിന് മാറ്റം വരാൻ ഈ എയിംസ് കിട്ടിയാൽ വലിയ അനുഗ്രഹമായിരിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഗവൺമെൻറ് ഈ ഒരു തീരുമാനമെടുത്തത്. സംസ്ഥാന ഗവൺമെൻറ് സെൻട്രലിൽ എഴുതുകയും ചെയ്തു. 160 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അറിയിച്ചു. 100 ഏക്കർ അക്വിസിഷൻ ഏറെക്കുറെ പൂർത്തിയാൻ വേണ്ടി പോവാണ്. അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പൊതുവിലുള്ള ഒരു അഭിപ്രായ രൂപീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് കിനാലൂർ എന്ന ആശയം വന്നിട്ടുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്തടിസ്ഥാനത്തിൽ പറഞ്ഞു എനിക്കറിയില്ല. ഏതായാലും ഞാൻ ഡൽഹിയിൽ വെച്ച് അദ്ദേഹത്തെ കാണുന്നുണ്ട്, അദ്ദേഹവുമായി സംസാരിക്കും. അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ തെറ്റിദ്ധാരണുണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കും. പക്ഷെ പൊതുവിലുള്ള ഒരു ആവശ്യം കോഴിക്കോട് കിനാലൂരാണ്, എല്ലാവരുടെ ആവശ്യമാണ്. ഒരു രാഷ്ട്രീയ ദുരുദ്ദേശവുമില്ല. എനിക്കൊന്ന് മലബാറിലെ ഏറെക്കുറെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും കിനാലൂരിൽ വരണം എന്നാണ് അഭിപ്രായമുള്ളത്. ഞാൻ പലരുമായി സംസാരിച്ചതാണ്. എല്ലാവരും ഏക അഭിപ്രായമാണ് കാര്യത്തിൽ. ഈ വികസന സന്തുലിതാവസ്ഥ നിലവിലുണ്ട്. ഇപ്പം വയനാട് നോക്കുകയാണെങ്കിലും കാസർഗോഡ് നോക്കുകയാണെങ്കിലും ഒക്കെ വയനാട്ടിൽ തന്നെ നമുക്കറിയാം മെഡിക്കൽ കോളേജിൻ്റെ ഒരു അവസ്ഥ നിലവിലാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അത്തരം ഒരു സ്ഥലത്ത് വരുന്നതിനപ്പുറത്തേക്ക് കോഴിക്കോട് നമുക്കറിയാം നിരവധി ഹോസ്പിറ്റലുകൾ പ്രൈവറ്റ് സെക്ടറിൽ പോലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയും കൂടി പരിഗണിച്ചൂടെ? വയനാട് ഇപ്പോൾ 2 മെഡിക്കൽ കോളേജുണ്ട്. ഒന്ന് ഗവൺമെൻറ്റും ഉണ്ട്, ഒന്ന് എനിക്കൊന്ന് ഡോക്ടർ ആസാദ് മൂപ്പൻ്റെ മെഡിക്കൽ കോളേജായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. മെഡിക്കൽ കോളേജായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അവിടെ പ്രിൻസിപ്പളുണ്ട്, സൂപ്രണ്ടുണ്ട്, സ്റ്റാഫൊക്കെ ഉണ്ട്. സ്റ്റാഫിന് എണ്ണം കുറവുണ്ടാവും. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതുണ്ട്, സ്റ്റാഫിന് എണ്ണം കുറവുണ്ട്. ഇപ്പം PMSSY കോഴിക്കോട് യാഥാർത്ഥ്യമായി. പക്ഷേ അന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഗവൺമെൻറ് ഓഫ് കേരളവും തമ്മിലുള്ളൊരു MOU ഉണ്ട്. അതിനാവശ്യമായിട്ട് എല്ലാ സ്റ്റാഫിനും ഞങ്ങൾ നിയമിക്കുന്നു. 126 സ്റ്റാഫാണ് വേണമെന്ന് എനിക്ക് തോന്നുന്നു. ഇതുവരെ ഒന്നും ചെയ്തില്ല. കാരണം സ്റ്റാഫിന്റെ അല്ല. ഇതിന്റെ വിഷയം എന്ന് വെച്ചാൽ കാസർഗോഡ് നമുക്കറിയാം വിഷയം. എൻഡോസൾഫാൻ പോലുള്ള വന്നിട്ട് പോലും അവർക്കൊരു ചികിത്സാ സഹായം കൃത്യമായി കിട്ടുന്നില്ല. അവിടെ ടാറ്റ വന്നിട്ടാണ് ഇപ്പം കോവിഡിന്റെ സമയത്ത് ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി പോയത്. വയനാട് മധുരമാണ്. അപ്പോൾ ഇത്തരം ഒരു എയിംസ് പോലുള്ള ഒരു വലിയ പദ്ധതി വരുമ്പോൾ അത്തരം സാധ്യതകൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതല്ലേ? അല്ല, എല്ലാം ആലോചിച്ചിട്ടാണ് മനസ്സിലാക്കേണ്ട വിഷയമാണ്. എയിംസ് ഒരു സ്ഥലത്തിലേ വെക്കാൻ പറ്റൂ. എല്ലാ സ്ഥലത്തും എയിംസ് സ്ഥാപിക്കാൻ കഴിയില്ല. എല്ലാം ആലോചിച്ചിട്ടാണ് സംസ്ഥാന ഗവൺമെൻറ്റും മറ്റ് ആളുകളും. ഇതിന് ലാൻഡ് ഒരു വിഷയമാണ്, നമുക്ക് പറയാൻ എളുപ്പമാണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ലാൻഡ് കൊടുക്കേണ്ടത്. കാസർഗോഡ് ലാൻഡ് ഇഷ്ടംപോലെ ഉണ്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞത് സ്റ്റേറ്റ് ഗവൺമെൻറ് എല്ലാം ആലോചിച്ചിട്ടാണ് ഈ കിനാലൂർ
ഇങ്ങനെ MK രാഘവൻ എംപിയാണ് കോഴിക്കോട് മാധ്യമങ്ങളെ കാണുന്നത്. എയിം സംബന്ധിച്ചുള്ള ഉണ്ടായ വിവാദങ്ങൾ, സുരേഷ് ഗോപിയുടെ പ്രതികരണങ്ങളൊക്കെ കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു MK രാഘവൻ എംപി. ഞാൻ വീണ്ടും തിരികെ ഡാനി പോളിലേക്ക് തന്നെ പോവുകയാണ്. ഡാനി, എം പി മാധ്യമങ്ങളെ കാണുന്നത് തത്സമയം വന്നുകൊണ്ടാണ് ഇടപെട്ടത്. ഡാനി, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ആ ഓട്ടോ ഡ്രൈവർക്കെതിരായിട്ടുള്ള ആക്രമണം, കൊട്ടേഷൻ, ആ കേസിൻ്റെ വിശദാംശങ്ങളാണ്. പ്രതികളെ പറ്റി എന്തെങ്കിലും സൂചന, അവർ എവിടെയുണ്ട് എന്നുള്ളതിൽ പോലീസിൻ്റെ ധാരണ, വ്യക്തത, എന്തെങ്കിലും സൂചനയുണ്ടോ? എൽദോ, 4 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി പിടിയിലാകാനുള്ളത്. അത് ഇപ്പോൾ പിടിയിലായിട്ടുള്ള കസ്റ്റഡി എടുത്തുള്ള പ്രിയങ്ക എന്ന് പറയുന്ന ഈ ജയയുടെ ബന്ധുവിൻ്റെ അവരുടെ ഭർത്താവ് സജീഷ്, ഒപ്പം തന്നെയും മറ്റ് 3 പേർ. അവർ ഈ 3 പേരുമാണ് ഈ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് ഇവരെ മർദ്ദിക്കാനായിട്ട് പോയത്. ഈ സജീഷിൻ്റെ വാഹനത്തിൽ ജോലി ചെയ്യുന്ന വിജിൻ ദാസ് എന്ന് പറയുന്ന ഒരാളെയാണ് ഇത് കൂടാതെ കസ്റ്റഡിയിൽ എടുത്തുള്ളൂ. അങ്ങനെ 2 പേരുടെ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇനി 4 പേരെ ഇതിൽ കിട്ടാനുണ്ട്. അതിൽ 3 പേരെ ഈ കൊട്ടേഷൻ ഏറ്റെടുത്ത് നടപ്പാക്കിയ ആളുകളാണ്. ഇവർക്ക് വേണ്ടിയുള്ള പോലീസ് അന്വേഷണം തുടരുകയാണ്. പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തോടുകൂടി അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പോലീസിന് അറിയാൻ കഴിയുന്നതാണ്. അതേസമയം ജയയുടെ ആരോഗ്യാവസ്ഥ മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. അവരെ വാരിയലുകൾക്ക് അടക്കം സാരമായ രീതിയിൽ തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇന്നലെ വനിതാ കമ്മീഷൻ അടക്കം ഇവരെ സന്ദർശിക്കുകയും ചെയ്തു. എന്തായാലും ഒരു അതിർത്തി തർക്കത്തിൻ്റെ പേരിൽ ഈ രീതിയിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഈ രീതിയിലൊരു സ്ത്രീയെ പരിക്കേൽപ്പിക്കുക, വളരെ ഗുരുതരമായ രീതിയിൽ പരിക്കേൽപ്പിക്കുക, അതിന് കൊട്ടേഷൻ കൊടുക്കുക, അത് ബന്ധുക്കൾ തന്നെ ഇത് ചെയ്യുക എന്നത് തീർത്തും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പോലീസ് ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. കൂടുതൽ സംഘങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഈ 3 പേർക്ക് അല്ലാതെ മറ്റേ ആരെങ്കിലും ഇതിലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. സ്ത്രീയുടെ ഓട്ടോ ഡ്രൈവറുടെ ആരോഗ്യ നില എങ്ങനെയാണ്? പ്രത്യേകിച്ച് നട്ടലിനുൾപ്പെടെ ഗുരുതരം പരിക്കേറ്റിരുന്നു. ആരോഗ്യനില അത് എങ്ങനെയാണ്? പൂർണ്ണമായും അത് പരിക്കിൽ നിന്ന് മുക്തിയാകാൻ സാധിച്ചോ? എൽദോ, ഇപ്പോഴും അവർ ICUവിൽ തുടരുകയാണ് എന്നതാണ് ആശുപത്രിയുമായി ബന്ധപ്പെടുമ്പോൾ അറിയാൻ കഴിയുന്നത്. കാരണം അവരുടെ പരുക്കുകൾ സാരമുള്ളത് തന്നെയാണ്. നട്ടലിനും വാരിയലിനും സാരമായ രീതിയിൽ തന്നെ അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ തന്നെ അന്ന് ആശുപത്രിയിലേക്ക് കഴിഞ്ഞ ദിവസം പ്രവേശിപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്ന അതേ അവസ്ഥയിൽ തന്നെ കൂടുതൽ നിരീക്ഷണവും ചികിത്സയും എല്ലാം തന്നെ ഇവർക്ക് ആവശ്യമാണ് എന്ന് തന്നെയാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ദിവസം കൂടി അവർക്ക് ആശുപത്രിയിൽ തുടരേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അവരുടെ പഴയ ആരോഗ്യസ്ഥിതിയെല്ലാം വീണ്ടെടുക്കണമെങ്കിൽ തുടർ ചികിത്സകൾ അടക്കം ആവശ്യമാണ്. സാരമായ രീതിയിൽ അവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വയറിനും അതോടൊപ്പം തന്നെ വാരിയലുകൾക്കും നട്ടലിനും സാരമായ പരിക്ക് ഈ കൊട്ടേഷൻ സംഘം ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ചികിത്സകൾ ഇവർക്ക് ആവശ്യവുമാണ്. എന്തായാലും ഡാനി തുടരുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നത്, ഷൂട്ടിങ്ങിനിടെ നടൻ ജോജു ജോർജിന് പരിക്കേറ്റു. മണിരത്നം സംവിധാനം ചെയ്യുന്ന തഗ് ലൈഫ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് പരിക്കേറ്റത്. അതിന് വിവരം ഡാനി നൽകും. ഡാനി, ഇത് എവിടെയായിരുന്നു ലൊക്കേഷൻ? കാര്യമായിട്ടുള്ള പരിക്കാണോ? എൽദോ, പരിക്ക് അത്ര സാരമുള്ളതല്ല എന്നാണ് വിവരം. പക്ഷേ ജോജു ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് അദ്ദേഹം തിരിച്ച് കൊച്ചിയിലേക്ക് എത്തിയെന്നാണ് ഒടുവിൽ അറിയാൻ സാധിക്കുന്നത്. തഗ് ലൈഫ് എന്ന സിനിമയുടെ, മണിരത്നം സിനിമയുടെ ഒരു വലിയ ബാനറിൽ വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമയാണ്. ജോജു ജോർജും അതിൻ്റെ ഭാഗമായിരുന്നു. ഇതിൽ ഹെലികോപ്റ്ററിൽ രംഗം ചിത്രീകരിക്കുന്നതിനിടെയാണ് ജോജുവിനെ കാലിനെ പരിക്കേറ്റതെന്നാണ് അറിയാൻ കഴിയുന്നത്. കമൽഹാസനും നാസറും ഒപ്പമുള്ള രംഗം, ഇവരൊരുമിച്ചുള്ള ഒരു രംഗം ഷൂട്ട് ചെയ്യുന്നതിനിടെയാണ് ഈ പരിക്കേറ്റത് എന്നാണ് മനസ്സിലാക്കുന്നത്. ജോജുവിൻ്റെ കാലിനാണ് പരിക്കേറ്റത്. വിദേശത്തടക്കം ചിത്രീകരിക്കുന്ന ഒരു സിനിമയാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വിദേശത്തടക്കം ഇതിൻ്റെ ചിത്രീകരണം നടക്കുന്നുണ്ട്. വലിയ ബാനറിൽ ഉള്ളൊരു ചിത്രം നേരത്തെ തന്നെ വാർത്തയായിരുന്നു. അതിൻ്റെ ജോജുവും ഇപ്പോൾ തമിഴ് സിനിമയുടെ പലതിൻ്റെയും തന്നെ ഭാഗമാണ്. ഇതിൽ ഇപ്പോൾ പരിക്ക് പറ്റിയിരിക്കുന്നത് ഷൂട്ടിംഗ് സമയത്തുണ്ടായ ആ പരിക്കാണ്. ഹെലികോപ്റ്റർ രംഗം ചിത്രീകരിക്കുമ്പോൾ ആണ് പരിക്ക് പറ്റിയത് എന്നാണ് നമുക്ക് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയോട് ജോജു തിരിച്ചെത്തുകയും ചെയ്തിട്ടുണ്ട്. വലിയ ഗുരുതര സ്വഭാവമുള്ള പരിക്കല്ല എന്നാണ് ഒടുവിൽ അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, എന്താണെങ്കിലും ജോജു ജോർജിന് ചെറിയൊരു പരിക്കേറ്റിട്ടുണ്ട്. കാൽപാദത്തിനാണ് പരിക്കേറ്റത്. തഗ് ലൈഫ് എന്ന മണിരത്നം സിനിമ ഷൂട്ടിങ്ങിനിടെയാണ് പരിക്കേറ്റത്. നമുക്ക് ഒരു ഇടവേളയിലേക്ക് കൂടി പോകണം. തിരികെ എത്തുമ്പോൾ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ ഇരയായ യുവതിയെ
നാട്ടിലെത്തിക്കാനുള്ള പോലീസിൻ്റെ ശ്രമത്തെക്കുറിച്ചൊരു വിവരം ഡാനി തന്നെ പങ്കുവയ്ക്കും. ഇടവേളയിലേക്ക്. വലിയ വ്യാപ്തി ഉണ്ടാക്കുന്ന ഒരു ദുരന്തമായി ഇത് മാറി എന്നതാണ് പശ്ചാത്തലം. എന്തായാലും ഇപ്പോൾ ആശുപത്രിയിലുള്ളവർക്ക് അവർക്ക് അപകടനില തരണം ചെയ്തു എന്നതാണ് കുവൈറ്റ് സർക്കാർ വ്യക്തമാക്കുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ആരും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നതും സർക്കാർ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. കുവൈറ്റിലുണ്ടായ വലിയ തീപിടുത്തത്തിന്റെ വലിയ ദുരന്തത്തിന്റെ നടുക്കുന്ന കാഴ്ചകളാണ് ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ബുധനാഴ്ച പുലർച്ചെ 4:30 മലയാളികൾ ചെന്നൈ. മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. പന്തിരംഗ ഗാർഹിക പീഡന കേസിൽ ഇരയായ യുവതിയെ ഡൽഹിയിൽ നിന്നും നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. കാണാനില്ലെന്ന പിതാവിന്റെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ യുവതി ഡൽഹിയിലുണ്ടെന്ന് സ്ഥിരീകരിച്ചു. അന്വേഷണ സംഘം ഉടൻ ഡൽഹിയിലേക്ക് പോകും. ഡാനി പോൾ വീണ്ടും. ഡാനി, ഒരുപാട് ട്വിസ്റ്റുകളുണ്ടായ ഒരു കേസാണ് പന്തിരംഗ ഗാർഹിക പീഡന കേസ്. അപ്പോൾ അതിൽ ഈ പെൺകുട്ടി ഡൽഹിയിലാണെന്നുള്ള സ്ഥിരീകരണം വരുന്നു. ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ടോ പോലീസിന് ഈ പെൺകുട്ടിയുമായി? എൽദോ, ഈ കേസിൽ എൽദോ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള ട്വിസ്റ്റുകളുണ്ടായ കേസാണ്. അതുകൊണ്ട് ഈ പെൺകുട്ടിയെ നേരിട്ട് പോലീസിന് മൊഴിയെടുക്കേണ്ടതടക്കം ആവശ്യമുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത്.
നിലവിൽ ഈ പെൺകുട്ടി ഇപ്പോൾ ഉള്ളത് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക, അവർക്ക് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത് കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് അവർ പറയുകയെന്നാണ്. അവർ പൂർണ്ണമായും തന്നെയും അവരുടെ കുടുംബത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്നെയാണ് പെൺകുട്ടി ഓരോ തവണയും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഈ പെൺകുട്ടിയുടെ പിതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവർ നിഷേധിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ ഉണ്ടായിരുന്ന വീഡിയോ അവർ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഇതിൽ ഒരു അവ്യക്തത നേടിയിരിക്കുന്നു. എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. താൻ ആരുടെയും തടവറയിലല്ല, ആരും തന്നെ ഫലമായി പൂട്ടിയിട്ടിട്ടില്ല എന്നതെല്ലാം തന്നെ അവർ പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇതിൽ പോലീസ് ഇന്നലെ നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിയുടെ പിതാവ് ഇതിലൊരു പരാതി നൽകിയിരുന്നു. ഇവരെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്ന തടവിൽ വെച്ചാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്, ഇവർ ഫലമായി പറയിപ്പിക്കുകയാണെന്നതടക്കം കാര്യങ്ങൾ സംശയമുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഇതിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടിയുടെ മൊബൈൽ ട്രാക്ക് ചെയ്ത് നടത്തിയ അന്വേഷണം. കഴിഞ്ഞ ദിവസം ബന്ധുക്കൾക്ക് അയച്ചൊരു മെസ്സേജ് വന്നിരുന്നു. അതിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ ഡൽഹിയിലുണ്ട് എന്ന വിവരം പൂർണ്ണമായും പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് സംഘം വൈകാതെ തന്നെ ഡൽഹിയിലേക്ക് തിരിക്കും. അവരെ മൊബൈൽ ട്രാക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി കോഴിക്കോട് അഭിഭാഷകർക്ക് സത്യവാങ്മൂലം നൽകിയിരുന്നു കേസ് പിൻവലിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. അത്തരം കാര്യങ്ങൾ താൻ തന്നെ ചെയ്തതാണ് എന്നതടക്കമുള്ള പരാമർശങ്ങൾ ഇന്നലത്തെ വീഡിയോയിലടക്കം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എന്താണ് ഇനി സംഭവിക്കുന്നത്, ഇവരുടെ ഭാഗത്തു നിന്ന് ഇതിൽ എന്ത് വിശദീകരണമാണ് ഇനി പോലീസിനെ നേരിട്ട് നൽകാനുള്ളത്, ഇതിൻ്റെ ഒരു അവ്യക്തത നീക്കണം, ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നത് വിശദമായി അന്വേഷിക്കണമെന്നെല്ലാം ഇന്നലെ വനിതാ കമ്മീഷൻ അടക്കം ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ സംസാരിച്ചിരുന്നു. അതുകൊണ്ട് ഇവരെ നിലവിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നടത്തുന്ന വീഡിയോയ്ക്കെല്ലാം തന്നെ അടിസ്ഥാനം എന്താ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധനകൾ വേണം. വൈകാതെ പോലീസ് സംഘം ഡൽഹിയിലേക്ക് തിരിക്കും. ഇവരെ നാട്ടിലേക്ക് എത്തിക്കുക, തുടർന്ന് ഇവരിൽ നിന്ന് വിശദാംശങ്ങൾ തേടുക എന്നതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. വൈകാതെ ആ നടപടികളിലേക്ക് കടന്നേക്കും. റൈറ്റ്. പന്തീരക്കാവ് ഗാർഹിക പീഡന കേസിൽ അതിൽ ഇരയായ പെൺകുട്ടി ഡൽഹിയിലുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ സ്ഥിരീകരണം. അപ്പോൾ ഉടൻ തന്നെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. ഡാനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നത് കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര മന്ത്രിസഭാ യോഗം ചേരും. രാവിലെ 10 മണിക്ക് ചേരുന്ന യോഗത്തിൽ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നത് അടക്കം ചർച്ചയാകും എന്നുള്ളതാണ് വിവരം. MG മിഥുൻ ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, കേരളത്തെ ആകെ ഞെട്ടിച്ച ഒരു ദുരന്തമാണ് അങ്ങ് കുവൈത്തിൽ നടന്നത്. നിരവധി മലയാളികൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നു. ഇതുവരെ 7 പേരുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണോ ഈ മന്ത്രിസഭാ യോഗം? ഇത് തീർച്ചയായും അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് അടിയന്തര മന്ത്രിസഭാ യോഗം ഇന്ന് വിളിച്ചു ചേർത്തിരിക്കുന്നത്. രാവിലെ 10 മണിക്കാണ് യോഗം ചേരുകയും ചെയ്യുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട അജണ്ട ഈ ഒരു വിഷയം തന്നെയാണ്. അതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസം ഈ ഒരു തീപിടുത്തത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വിദേശകാര്യ മന്ത്രിക്ക് കത്തയച്ചിരുന്നു. കാരണം ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആവശ്യമായ സഹായം ഉടൻ എത്തിക്കാൻ നടപടി ഉണ്ടാക്കണമെന്നായിരുന്നു ഈ ഒരു കത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. കൂടാതെ കുവൈത്ത് സർക്കാരുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ നിയോഗിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഇന്ത്യൻ എംബസിക്ക് നൽകണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിരുന്നു. ഇതിനിടെയാണ് ഇന്ന് ആരംഭിക്കാനിരുന്ന ലോക കേരള സഭയുടെ ഉദ്ഘാടന ചടങ്ങടക്കം ഒഴിവാക്കുകയും സമാപന ചടങ്ങടക്കം ഒഴിവാക്കുകയും ചെയ്തു. കൂടാതെ സെമിനാറുകൾ മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും നാളെയും മറ്റന്നാളുമായി ഇതിന്റെ സഭാ സമ്മേളനം മാത്രമായിരിക്കും നടക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. കൂടാതെ തന്നെ ഇവർക്ക് ധനസഹായം പ്രഖ്യാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ നിന്നൊരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. നേരത്തെ കേന്ദ്ര സർക്കാർ ധനസഹായം ഈ മരിച്ചവരുടെ കുടുംബത്തിനായി പ്രഖ്യാപിച്ചിരുന്നു. ഇത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ധനസഹായവും ഒപ്പം തന്നെ ഏത് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം, കൂടാതെ മൃതദേഹം ഉടൻ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അത് ഊർജിതമാക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് അടിയന്തര യോഗത്തിൽ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള 2 സഹമന്ത്രിമാരെയും സഹകാർ വൃത്തങ്ങൾ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ വിദേശകാര്യ മന്ത്രിക്ക് കത്തയച്ചതിന് പുറമെ വിദേശകാര്യ സഹമന്ത്രിയെ കുവൈറ്റിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു മൃതദേഹങ്ങൾ ഉടനെ തിരികെ എത്തിക്കുക, കൂടാതെ ഇത് ആരൊക്കെയാണെന്നുള്ള തിരിച്ചറിയാനുള്ള ഒരു ശ്രമം ഇപ്പോഴും നടക്കുന്നുണ്ട്. കാരണം നിലവിൽ 7 പേരെ മാത്രമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളതെന്നാണ് നമുക്ക് ഔദ്യോഗികമായി ലഭ്യമാകുന്നുള്ള കണക്കുകൾ വെച്ച് മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ളവരെ കൂടി ഉടൻ തിരിച്ചറിയുന്നതിന് വേണ്ടി DNA പരിശോധന അടക്കമുള്ളവ നടത്തേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി കൂടി ശ്രമങ്ങൾ ഊർജിതമാക്കണം അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും.
റൈറ്റ്. കുവൈറ്റിലെ ആ തീപിടുത്തത്തിൽ ഉണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര മന്ത്രിസഭാ യോഗം ചേരുകയാണ്. രാവിലെ 10 മണിക്ക് മന്ത്രിസഭാ യോഗം ചേരും. അതിൽ എങ്ങനെ മൃതദേഹങ്ങളൊക്കെ ആ കുവൈത്തിൽ നിന്ന് നാട്ടിലേക്ക് എത്തിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ച നടക്കുമെന്നുള്ളതാണ് MG വിനോദ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കുവൈത്ത് തീപിടുത്തത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് നമ്മൾ ഇനി പങ്കുവയ്ക്കാൻ പോകുന്നത്. KP അഭിലാഷ് വീണ്ടും ചേരുന്ന ന്യൂസ് ഡെസ്കിൽ നിന്ന്. അഭിലാഷ്, ഈ മരണസംഖ്യ 49 തന്നെ തുടരുന്നു. കൂടുതൽ കാഷ്വാലിറ്റീസ്, അങ്ങനെ അപകട വാർത്ത കൂടുതൽ വരുന്നില്ലല്ലോ അല്ലേ? എൽദോ, മരണസംഖ്യ ഇപ്പോൾ 49 എന്നത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ട് തന്നെയാണ്. അപ്പോഴും നമ്മൾ സൂചിപ്പിച്ചതുപോലെ അത് ഉയരുവാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അങ്ങനെ സംഭവിക്കരുത് എന്നാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ പോലും, കാരണം 50 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 35 പേർക്ക് സാരമായ പരിക്കുണ്ട്. 5 പേരുടെ നില അതീവ ഗുരുതരം എന്നുള്ളതാണ്. വെന്റിലേറ്ററിൻ്റെ അടക്കം സഹായത്തോടെയാണ് ഈ 5 പേർ ഇപ്പോൾ ചികിത്സയിൽ ഉള്ളത്. അവർക്ക് ഏറ്റവും നല്ല ചികിത്സ നൽകും എന്ന് തന്നെയാണ് കുവൈറ്റ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. കുവൈറ്റിലെ 5 ആശുപത്രികളിലായാണ് 50 പേർ ചികിത്സയിലുള്ളത്. അത് അദാൻ, ജുബൈർ, ഫർവാനിയ, സബ, ജാസിർ എന്നിങ്ങനെ 5 ആശുപത്രികളിൽ ആണ് ഈ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഈ പരിക്കേറ്റവരിലും മലയാളികൾ ഉണ്ട് എന്നതാണ്. ഏതാണ്ട് 30-ലധികം പേർ മലയാളികളാണ് എന്നതാണ് വീണ്ടും ഈ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഈ ഗുരുതരമായി പരിക്കേറ്റവർ മലയാളികളുണ്ടോ എന്നതും വ്യക്തമല്ല. കുവൈറ്റ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടായിട്ടുള്ള മറ്റൊരു നടപടി എന്നത് ഈ ലേബർ ക്യാമ്പുകളിലെല്ലാം വ്യാപകമായ പരിശോധന ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെ താമസിക്കുന്ന ലേബർ ക്യാമ്പുകളിൽ ആണ് ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ വ്യാപകമായ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ നിയമലംഘനങ്ങൾ ലേബർ ക്യാമ്പുകളിൽ നടക്കുന്നുണ്ടോ, അനധികൃതമായ ആളുകളെ ലേബർ ക്യാമ്പുകളിൽ താമസിപ്പിക്കുന്നുണ്ടോ, ലേബർ ക്യാമ്പിന് ഉൾക്കൊള്ളാവുന്ന കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ ആളുകളെ താമസിപ്പിച്ചിട്ടുണ്ടോ എന്നിവയാണ് വളരെ പെട്ടെന്ന് പരിശോധിക്കുന്നത്. ഈ ഒരു അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആണ് ഇത്തരത്തിൽ ഒരു വ്യാപക പരിശോധന അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഒപ്പം ഈ അപകടത്തിൻ്റെ കാരണം എന്ത് എന്നത് സംബന്ധിച്ച് ഊർജിതമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന് ഇപ്പോൾ കുവൈറ്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം. എന്താണ് അപകട കാരണം എന്നത് സംബന്ധിച്ച് സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോഴും പോയിട്ടില്ല. ലഭിക്കുന്ന വിവരങ്ങൾ, പ്രാഥമികമായ വിവരങ്ങൾ അനുസരിച്ചാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണം എന്നത്. ഈ സുരക്ഷാ ഉദ്യോഗസ്ഥൻ്റെ അല്ലെങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ ക്യാബിനിൽ നിന്നാണ് ഇത്തരം സ്ഫോടനമുണ്ടായത് എന്ന തരത്തിലുമുള്ള പ്രാഥമികമായ വിവരങ്ങൾ തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത്. അപ്പോഴും അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇനി അന്വേഷണ ഏജൻസികൾ കൃത്യമായി കണ്ടെത്തുമ്പോൾ മാത്രമാണ് നമുക്ക് സ്ഥിരീകരിക്കുന്ന വാർത്ത പുറത്ത് വിടാൻ സാധിക്കുകയുള്ളൂ. എൽദോ, ഇതിലേറ്റവും ആശങ്കയുണ്ടാക്കുന്നത് മലയാളികളുടെ എണ്ണം സംബന്ധിച്ച് തന്നെയാണ്. ഈ ക്യാമ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ മലയാളികൾ ആയിരുന്നു എന്നാണ്. ഒരു നിമിഷം ശരണ്യയിലേക്ക് ഒന്ന് പോവുകയാണ്. ശരണ്യ, അവിടെ പന്തളത്ത് സജു വർഗീസ് എന്ന അപകടത്തിൽ മരണം സംഭവിച്ച സജു വർഗീസിൻ്റെ വീടിൻ്റെ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ശരണ്യ, ഒരു കൃത്യമായിട്ട് സ്ഥിരീകരണം അവിടെയുള്ള ആളുകൾക്ക്, ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ ഇക്കാര്യത്തിൽ? എൽദോ, അതീവ ദുഃഖകരമായൊരു സാഹചര്യമാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഈ സംഭവത്തിൽ, അതായത് കുവൈറ്റിൽ നടന്ന തീപിടുത്തത്തിൽ 4 പത്തനംതിട്ട സ്വദേശികളായ ആളുകളാണ് മരിച്ചിട്ടുള്ളത്. അവരുടെ വിശദാംശങ്ങൾ കുടുംബാംഗങ്ങൾ പലരും, അടുത്ത ബന്ധുക്കളിൽ നിന്നും, ഭാര്യ ഉൾപ്പെടെയുള്ള അടുത്ത ബന്ധുക്കളിൽ നിന്നും പലരെയും അറിയിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഉള്ളത് അട്ടിച്ചാക്കൽ സ്വദേശിയായ സജു വർഗീസിൻ്റെ വീടിൻ്റെ മുന്നിലാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ വിവരം അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആരും പുറത്തേക്ക് മറ്റ് പ്രതികരണങ്ങൾക്കും കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. അയൽവാസികളായ ആളുകളൊക്കെ ഇവിടേക്ക് ഇപ്പോൾ രാവിലെ വരുന്നുണ്ട്. നമ്മളോടൊപ്പം തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാൾ ഉണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഇവരുടെ ഒരു കുടുംബ പശ്ചാത്തലമൊക്കെ? കുടുംബം പ്രശ്നമില്ല. അവിടെ കുടുംബം നല്ല രീതിയിട്ടാണ് പോയി. 2 കുഞ്ഞുങ്ങളെ വളർത്തി. എത്ര കാലമായിട്ടുണ്ട് വിദേശത്ത്? 22 വർഷത്തോളമായി. 22 വർഷമായിട്ട് അവിടെയാണ്. ഇങ്ങോട്ട് വരാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത ഇളയ മോളെ അഡ്മിഷന് വേണ്ടി ഈ 23-ാം തീയതി കണ്ട് തെറ്റി ഇവിടെ വരുമെന്ന് പറഞ്ഞു. നാട്ടിലേക്ക് വരാനിരിക്കുമായിരുന്നു. ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്ത. പിന്നെ പുള്ളിക്കാരുടെ ചേട്ടൻ്റെ ആങ്ങളുടെ ഒരാളിവിടെ ബിൽഡിങ്ങിന് മേളിൽ നിന്ന് വീണ് അതിന് തലക്കെല്ലാം പെരുക്കെ കൈ ഒടിഞ്ഞ് നെഞ്ചിനകത്ത് അവിടെ ICUവില. സജു വർഗീസിന്റെ ഒരു ബന്ധുവും ഗുരുതരാവസ്ഥയിലുണ്ടല്ലേ അവിടെ? ബന്ധമുണ്ട്. ഇവിടെ എത്ര മണിയോടെയാണ് ഇവിടെ അറിഞ്ഞത് കാര്യം? ഇവിടെ രാവിലെ വൈകിട്ട് 7 മണിയോടെ വാർത്തയിലാണ് ഞങ്ങൾ അറിയുന്നത്. അന്നേരം ഞാൻ ഇച്ചിരി അങ്ങോട്ട് മാറിയാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ കൂടി ഇവിടെ വന്നപ്പോഴത്തേനും എല്ലാവരും വാങ്ങിക്കുന്നത് അത് കണ്ടപ്പോൾ എനിക്കൊന്നും വല്ലാതെ മക്കളൊക്കെ എത്ര വയസ്സിൽ? മക്കൾക്ക് ഒന്ന്
14 വയസ്സ്, ഒന്നിന് 12 വയസ്സ് ഏതാണ്ടുണ്ടായി. ഞാനത് സൂക്ഷിച്ചിട്ട് നമുക്ക് എത്ര പെൺകുട്ടികളാണോ? 2 പെൺപിള്ളേരാ. ഒന്ന് ഡിഗ്രി കഴിഞ്ഞു, ഒന്നിന്റെ അഡ്മിഷന് വേണ്ടി വരാനിരുന്നതാണ്. നിർത്തി നാട്ടിലേക്ക് പോരാനിരുന്നതാണോ? നിർത്തിയല്ല, ലീവ് എടുത്തിട്ട് വന്നതാണ്. ലീവിൽ വരാനിരിക്കുവായിരുന്നു അല്ലേ? ഈ അടുത്ത ദിവസം ബുക്ക് ചെയ്ത് സംഭവം ഉണ്ടായത്. കണ്ടിരുന്നോ? വീട്ടുകാരെയൊക്കെ കണ്ടിരുന്നു? ഞാൻ കണ്ടു. ഇന്നലെ വൈകിട്ട് വന്നു. ഇപ്പോൾ ഉറക്കം. ഞാൻ രാവിലെ വന്ന് വിളിച്ചത്. എന്തുകൊണ്ടെങ്കിലും എന്നെ പറയത്തുള്ളൂ, കാരണം വേറെ ആരും ഇവിടെ കയറ്റത്തില്ല. 2 പെൺപിള്ളേരും അവരും എല്ലാവരും. ഞാൻ ഇത്രയും വർഷം കൊണ്ട് എന്നെ ഇവിടെ കൊണ്ട് കിടക്കുന്നു. ഞാൻ അതേമാതിരി വന്നത്. കഴിഞ്ഞ വർഷം ഇവർ ഗൾഫിന് പോയപ്പോൾ വീടില്ലാ കൊല്ലം. ബന്ധുക്കളൊക്കെ ഉണ്ടോ? ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങി? എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് ഒത്തിരി ആളുണ്ടായിരുന്നു. അവിടെ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ആളും ഇദ്ദേഹത്തിന്റെ ബന്ധുവാണ്. അതാണ് പറയുന്നത്. അതായത് 22 വർഷക്കാലമായി അദ്ദേഹം വിദേശത്തായിരുന്നു. ഇപ്പോൾ തൊട്ടടുത്ത ദിവസം മകളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വരാനിരിക്കെ ടിക്കറ്റ് അടക്കം ബുക്ക് ചെയ്തതിനു ശേഷമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുകയും ദാരുണമായ ഒരു മരണം സംഭവിക്കുകയും ചെയ്തിട്ടുള്ളതെന്നാണ്. തൊട്ടടുത്ത് തന്നെയുള്ള, അതായത് അദ്ദേഹത്തിന്റെ മറ്റൊരു ബന്ധുവായ ആൾ അവിടെ ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. തൊട്ടടുത്ത ദിവസം വരാനിരിക്കുമായിരുന്നു അല്ലേ? അതെ, ഈ മാസം ലാസ്റ്റോടുകൂടി ഇളയ മകളുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. വൈഫിന്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവുണ്ട്. ഒരേ റൂമിലായിരുന്നു. 4ാമത്തെ നിലയിൽ നിന്ന് പുള്ളി താഴേക്ക് ചാടി. കൈ ഒടിഞ്ഞിട്ടുണ്ട്, കാല് ഒടിഞ്ഞിട്ടുണ്ട്, നെഞ്ചിന് പരിക്കുണ്ട്, മുഖമൊക്കെ ഇതായിട്ടുണ്ട്. ആരെങ്കിലും ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നോ? കസിൻസ് വേറെ അവിടെ ഉണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി പുള്ളി ICUയിൽ നിന്ന് ഇന്നലെ രാത്രി ഇങ്ങോട്ട് വിളിച്ചിരുന്നു. പുള്ളിയെ അങ്ങോട്ട് വിളിച്ചിട്ട് നമുക്ക് ഫോണൊന്നും 2 പേരും എടുക്കുന്നില്ല. സജു വർഗീസിന്റെ ഫോണിൽ വിളിക്കുമ്പോൾ റിംഗ് ആവുന്നുണ്ട്, എടുക്കുന്നില്ല. ജ്യേഷ്ഠന്റെ ഫോണിൽ വിളിക്കുമ്പോൾ റിംഗ് ആവുന്നുണ്ട്, എടുക്കുന്നില്ല. ലാസ്റ്റ് പുള്ളി ഇങ്ങോട്ട് തിരികെ വിളിക്കുമായിരുന്നു. മറ്റ് നടപടിക്രമങ്ങളൊക്കെ എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? അവിടെ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഭാര്യയ്ക്ക് ജോലിയോ മറ്റോ? ജോലിയില്ല, ഹൗസ് വൈഫ്. 2 പെൺമക്കൾ. അതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ, അതായത് ഈ സജീവ് വർഗീസിന്റെ ഭാര്യയുടെ സഹോദരൻ, അദ്ദേഹവും അവിടെ ഉണ്ടായിരുന്നു. ഇവരെ ഒരുമിച്ച് ഒരു കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന ആളുകളാണ്. അവിടെ ഈ സംഭവം നടന്ന സമയത്ത് അദ്ദേഹം 4ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി. കൈക്ക് ഒടിവും തലയ്ക്ക് പരിക്കും ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ബന്ധുക്കളടക്കമുള്ള ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എൽദോ 4 പേരാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഇത്തരത്തിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടിട്ടുള്ളതെന്നാണ്. തിരുവല്ല സ്വദേശിയുടെ മരണവിവരവും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ ഔദ്യോഗികമായൊരു സ്ഥിരീകരണം അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്നുള്ളതാണ്. മറ്റൊന്ന് പന്തളം മുടിയോർക്കണം സ്വദേശി ആകാശ് എസ് നായരാണ്. ആകാശിന് 31 വയസ്സായിരുന്നു. തൊട്ടടുത്ത ദിവസം ആകാശും, അതായത് ഓണത്തിന് ആകാശും നാട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. 1.5 വർഷം മുമ്പാണ് ആകാശ് ഇവിടെ വന്നിട്ട് തിരികെ പോയിട്ടുള്ളത്. അമ്മ മാത്രമാണ് വീട്ടിലുള്ളത്. അമ്മ ശോഭന മെഡിക്കൽ സ്റ്റോറിൽ ജീവനക്കാരിയാണ്. ഒരു സഹോദരിയുണ്ട്. സഹോദരി വിവാഹിതയായി അവിടെയാണ്. വിവാഹിതയായി ഭർത്താവിന്റെ വീട്ടിലാണുള്ളത്. അമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അച്ഛൻ നേരത്തെ തന്നെ മരിച്ചുപോയതാണെന്നുള്ളതാണ്. 31 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിരികെ എത്തി ഈ ഓണത്തിനെത്തുമ്പോൾ വിവാഹമടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനിരിക്കെയാണ് ആകാശിനും ഈ ഇത്തരത്തിലൊരു മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന് കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജീവ് വർഗീസ്, ഒപ്പം തന്നെ മുരളീധരൻ നായർ, പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി PV മുരളീധരൻ നായർ. അദ്ദേഹത്തിന് 61 വയസ്സാണ്. വാഴമുട്ടം പുളിങ്ങുന്നേതിൽ വടക്കേതിൽ PV മുരളീധരൻ നായർ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ മേൽവിലാസം. അദ്ദേഹത്തിന്റെയും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും 3 പേരുടെ മരണമാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഒരു സ്ഥിരീകരണം വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ രാവിലെ തിരുവല്ല സ്വദേശി കൂടി മരണപ്പെട്ടതായുള്ള വിവരം ലഭ്യമാകുന്നുണ്ടായിരുന്നു. ഓക്കെ, ശരണ്യ തുടരുക. നമുക്ക് അവിടെ നിന്ന് കൂടുതൽ പ്രതികരണം ലഭ്യമാകുമെങ്കിൽ അത് എടുക്കുക. ഞാൻ വീണ്ടും അഭിലാഷ് KP തോന്നുന്നു. അഭിലാഷ്, പുതിയ വിവരങ്ങൾ, പുതിയ അപ്ഡേഷൻസ് വരുന്നുണ്ടോ കുവൈത്തിൽ നിന്ന്? എൽദോ ഉണ്ട്. അത് ഏറ്റവും ദുഃഖകരമാകുന്നതാണ്. അതായത് മലയാളികളുടെ എണ്ണം വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 12 മലയാളികളെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. 26 പേരെയാണ് ആകെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതിലിപ്പോൾ 12 പേരും മലയാളികളാണ് എന്നുള്ളതാണ്. നേരത്തെ നമുക്ക് 9 പേരുടെ ഡേറ്റകൾ ആയിരുന്നു പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിച്ചത്. നമ്മുടെ വാർത്തകൾക്കിടയിൽ തന്നെ ശശിനാരായണൻ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്.
തിരുവല്ലയിൽ തോമസ് ഉമ്മൻ 37 വയസ്സുള്ള തോമസ് ഉമ്മൻ്റെ കുടുംബത്തെ ഈ മരണം സ്ഥിരീകരിച്ചുകൊണ്ട് അറിയിപ്പ് വന്നു എന്നുള്ളത്. ഇപ്പോൾ അതിനോടൊപ്പം തന്നെ മറ്റ് 2 പേരുടെ വിവരങ്ങൾ പങ്കുവയ്ക്കേണ്ടത് കണ്ണൂരിൽ നിന്നുള്ള ഒരു മരണം സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. കണ്ണൂർ ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണൻ ആണ് ഈ അപകടത്തിൽ മരിച്ചിട്ടുള്ളത്. മറ്റൊന്ന് മലപ്പുറത്ത് നിന്നാണ്. മലപ്പുറം തിരൂർ കൂട്ടായി കോതപ്പറമ്പ് കുപ്പൻ്റെ പരുക്കൽ നൂഹ് എന്ന ആൾ ആണ്. 40 വയസ്സാണ്. അതായത് എൽദോ നമ്മൾ ആശങ്കപ്പെടുന്നത് പോലെ തന്നെ ആണ് സാഹചര്യം. മരിച്ചവരിൽ കൂടുതൽ മലയാളികൾ ഉണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് ഈ പേരുകൾ ഞാൻ നേരത്തെയും സൂചിപ്പിച്ചു. മലയാളികൾ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള പേരുവിവരങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ 20-ൽ അധികം ആളുകൾ ഉണ്ട് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ വിവരങ്ങൾ. പക്ഷേ അവർ മലയാളികൾ തന്നെയാണോ എന്ന് നമുക്ക് പറയാറായിട്ടില്ല. 26 പേരെയാണ് തിരിച്ചറിഞ്ഞത്. അതിൽ 12 പേർ മലയാളികളാണ്. ഇനിയും 23 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ട്. അതിൽ 7 പേർ ഫിലിപ്പൈൻ സ്വദേശികൾ ആണ് എന്നാണ് വിവരം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മറ്റുള്ളവർ ഇന്ത്യക്കാരാണ്. ഇന്ത്യയിൽ അവർ എവിടെ നിന്നുള്ളവർ എന്നത് തന്നെയാണ് ഇപ്പോഴും നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. എന്തായാലും വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അല്പസമയത്തിനകം തന്നെ കുവൈറ്റിൽ എത്തും എന്നുള്ളതാണ് അറിയുന്നത്. ഇന്ത്യയിലേക്ക് വ്യോമസേനയുടെ വിമാനം ഉപയോഗിച്ചുകൊണ്ട് മൃതദേഹം എത്തിക്കാനുള്ള നീക്കം ആണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുമിച്ച് കഴിയുന്നത്ര മൃതദേഹങ്ങൾ ഒരുമിച്ച് വ്യോമസേന വിമാനത്തിൽ തിരികെ എത്തിക്കാനുള്ള നീക്കം നടക്കുന്നു എന്നതാണ് മറ്റൊരു വിവരം. ഇങ്ങനെ ഊർജിതമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിരിച്ചറിയുക എന്നതാണ്. ഈ ലിസ്റ്റിൽപ്പെട്ടവർ സ്വാഭാവികമായും മിസ്സിംഗ് ആണ്. അതിൽ തന്നെ ആശുപത്രിയിൽ എത്ര പേരുണ്ട് എന്ന ഡേറ്റ ഇപ്പോൾ കളക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ 50 പേർ ആണ് ഇപ്പോൾ ആശുപത്രികളിൽ, നേരത്തെ സൂചിപ്പിച്ച 5 ആശുപത്രികളിലായി ഉള്ളത്. ആ 50 പേര് 30 പേർ മലയാളികളുണ്ട്. അതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. പക്ഷേ ഈ ഗുരുതരമായി പരിക്കേറ്റവരും മലയാളികളുണ്ടോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇനി അറിയേണ്ടത് ഈ 49 പേരിൽ 41 പേർ ഇന്ത്യക്കാർ എന്നതാണ്. അതിലെത്ര മലയാളികൾ എന്നുള്ളതാണ്. എന്തായാലും ഓരോ നിമിഷവും ദുഃഖിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് കുവൈറ്റിൽ നിന്ന് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ ജീവൻ ആണ് പൊലിഞ്ഞത്. അതിൽ തന്നെ മലയാളികളുടെ, അതിപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കൊല്ലം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ആണ് ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾ പത്തനംതിട്ടയിൽ നിന്ന് എന്നുള്ളതാണ്. കൊല്ലം, കോട്ടയം, മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽപ്പെട്ടവരും അപകടത്തിൽ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി കൃത്യമായി മൃതദേഹം തിരിച്ചറിയുന്ന സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് കൂടുതൽ പേരുകൾ പങ്കുവയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ പലതും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ളവയും ഉണ്ട് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടായിരിക്കണം കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കിയത് DNA പരിശോധന നടത്തണമെങ്കിൽ നടത്തുമെന്ന്. ഒരു പക്ഷേ ഈ തീ ആളിപ്പടർന്ന അഭിലാഷ്, ഞാൻ കേന്ദ്ര സഹമന്ത്രിയുടെ, വിദേശകാര്യ സഹമന്ത്രിയുടെ പ്രതികരണത്തിലേക്ക് പോകാം. കീർത്തിവർദ്ധൻ അവിടെ കുവൈത്തിലേക്ക് എത്തുമെന്നുള്ള നേരത്തെ വിവരങ്ങൾ നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. See, we had a meeting last night with the Honorable Prime Minister, and that's the last update we have about this very sad tragedy. And the rest of the situation will be cleared the moment we reach there. The situation is that the victims are mostly burn victims, and some of the bodies have been charred beyond recognition. So a DNA test is underway to identify the victims, and Air Force plane is on the ready. And as soon as the bodies are identified, their kin will be informed, and our Air Force plane will bring the bodies back. The latest figures that we had last night, the casualty figures are around 48-49, out of which 42 or 43 are believed to be our countrymen Indians. വിദേശകാര്യ സഹമന്ത്രിയുടെ സ്ഥിരീകരണമാണ് അത്. അഭിലാഷ്, 42 പേർ അത് ഇന്ത്യക്കാർ തന്നെയാണ് എന്നുള്ളതിലൊരു വ്യക്തത അദ്ദേഹം തന്നെ പറയുന്നു. എന്താണെങ്കിലും കൂടുതൽ ആളുകളെ തിരിച്ചറിയേണ്ട സാഹചര്യം കൂടിയുണ്ട്. പലരുടെയും ചില മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞതിനാൽ അത് DNA പരിശോധന നടത്താനുള്ള നടപടികൾ നടക്കുന്നു, അത് പുരോഗമിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അഭിലാഷ്, ഈ കണക്കുകളിൽ കൂടുതൽ വ്യക്തത ഇനിയും വരാനുണ്ടോ? ഉറപ്പായും ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. കേന്ദ്ര സഹമന്ത്രിയുടെ വാക്കുകൾ തന്നെ എൽദോയും ശ്രദ്ധിച്ചു, നമ്മൾ കേട്ടതാണ്. അദ്ദേഹം പറയുന്നു DNA പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.
ഒപ്പം കത്തിക്കരിഞ്ഞ നിലയിൽ, അതായത് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തു പലരുടെയും അപകടമുണ്ടായിട്ടുള്ളത് വിഷപ്പുക ശ്വസിച്ച് അതോടൊപ്പം രക്ഷപ്പെടാൻ വേണ്ടി എടുത്തു ചാടി അങ്ങനെയൊക്കെയുള്ള കാഷ്വാലിറ്റികളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും തീ വളരെ പെട്ടെന്ന് ആളിപ്പടർന്നതിനാൽ രക്ഷപ്പെടാൻ പറ്റാതെ പോയ ആളുകൾ ഉണ്ട്. ഈ തീയിൽ വലിയ തോതിൽ അതായത് ഒരു കത്തിക്കരിഞ്ഞ നിലയിലേക്ക് പോലും മൃതദേഹങ്ങൾ എത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും എൽദോ നമുക്ക് ഈ പേരുവിവരങ്ങൾ സംബന്ധിച്ച ഡേറ്റകൾ വളരെ പെട്ടെന്ന് ലഭ്യമായിട്ടുണ്ട്. കാരണം ഈ ക്യാമ്പിൽ ഉൾപ്പെടെ എത്ര പേരാണ് താമസിച്ചത് എന്നത് സംബന്ധിച്ച ഡേറ്റകൾ കമ്പനിയുടെ പക്കൽ ഉണ്ട് എന്നതോടൊപ്പം തന്നെ സ്പോൺസർമാരുടെ കയ്യിലും ഉണ്ട്. ഈ സ്പോൺസറുടെ ബിൽഡിംഗ് തന്നെയായിരുന്നു, അതുകൊണ്ട് കൃത്യമായ ഡേറ്റ സ്പോൺസറുടെ പക്കൽ ഉണ്ട്. അതിലിനിയിപ്പോൾ ആളുകളൊക്കെ സ്വാഭാവികമായും ഒരു ക്യാമ്പാണ്, അവിടേക്കും ഇവിടേക്കുമൊക്കെ ആളുകൾ മാറിയിട്ടുണ്ടാകാം. മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം നമുക്ക് തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് തന്നെ ഇനി അബദ്ധത്തിൽ പെട്ടുപോയവർ ഉണ്ടോ അല്ലെങ്കിൽ മറ്റ് ക്യാമ്പുകളിൽ നിന്നെങ്ങാനും അവിടെ വന്നവർ ഉണ്ടോ എന്നതൊക്കെ അതിനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. പക്ഷേ ഇതൊരു കെട്ടിട സമുച്ചയം എന്ന നിലയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, 4ാമത്തെ ബ്ലോക്കിൽ ആണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. അതൊരു 6 നില കെട്ടിടം എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്തെ ബ്ലോക്കിൽ നിന്നോ ഇപ്പുറത്തെ ബ്ലോക്കിൽ നിന്നോ ഒക്കെ ആളുകൾ, സൗഹൃദം എന്നത് നമുക്കറിയാമല്ലോ, സ്വാഭാവികമായും മലയാളികൾ കൂടുതലുള്ള 195 പേർ താമസിക്കുന്ന ഒരിടമാണ്. അവിടേക്ക് മറ്റിടങ്ങളിൽ നിന്ന് ആരെങ്കിലും ഈ അപകട സമയത്ത് അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പുലർച്ചെ 4:30 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ഒരു സമയമായിരുന്നു. എങ്കിൽ പോലും അത്തരം സാധ്യതകളൊന്നും നമുക്ക് തള്ളിക്കളയാനാകില്ല. ഈ മരണപ്പെട്ടവരെല്ലാവരും തന്നെ ഈ ബ്ലോക്കിൽ തന്നെ ഉള്ളവർ എന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിച്ചിട്ടുള്ള വിവരം. 49 പേർ മരിച്ചു. അതിൽ 42 പേർ ഇന്ത്യക്കാർ, 42 പേർ ഇന്ത്യക്കാർ എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം. അവിടെയും ഞാൻ സൂചിപ്പിച്ചതുപോലെ 7 ഫിലിപ്പൈൻ സ്വദേശികൾ എന്ന വിവരം വരുന്നുണ്ട്. അപ്പോഴും കണക്കുകളിൽ ചെറിയ മാറ്റങ്ങളുണ്ടാകാം. ഈ ബ്ലോക്കിൽ താമസിച്ചിരുന്ന ആളുകളിൽ ഇപ്പോൾ ആശുപത്രിയിൽ ഉള്ളവർ, അതോടൊപ്പം തന്നെ രക്ഷപ്പെട്ടവർ, ഇവരുടെ പേരുകൾ മാറ്റി നിർത്തിയാൽ ഉള്ള ലിസ്റ്റാണ് നമ്മുടെ പക്കലടക്കം ഉള്ളത്. അതിൽ നിരവധി മലയാളികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും വരും നിമിഷങ്ങളിലും നമുക്ക് കൂടുതൽ ആശങ്ക തന്നെയാണ് പങ്കുവെക്കേണ്ടി വരിക. എൽദോ ശരി അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്താണെങ്കിലും ദുരന്ത വാർത്തയുടെ വിവരങ്ങൾ അതിങ്ങനെ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു. മലയാളികൾ അതിൽ 12 പേരെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അഭിലാഷ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു വാർത്ത, പ്രവാസി മലയാളി ഫോറത്തിന്റെ മാധ്യമ പുരസ്കാരം ന്യൂസ് 18 കേരളത്തിൽ ലഭിച്ചു. മികച്ച ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടർ വിഭാഗത്തിലാണ് അസോസിയേറ്റ് എഡിറ്റർ ടോം കുര്യാക്കോസിന് പുരസ്കാരം ലഭിച്ചത്. കൊച്ചിയിലെ അധോലോകവുമായി ബന്ധപ്പെട്ട വാർത്താ പരമ്പരയ്ക്കാണ് അവാർഡ്. മന്ത്രി സജി ചെറിയാൻ പുരസ്കാരം വിതരണം ചെയ്യും. ഇന്ത്യയിൽ ആദ്യമായി വിവാഹത്തിനാവശ്യമായ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കി പ്രമുഖ വിവാഹ വസ്ത്ര വ്യാപാര ശൃംഖലയായിട്ടുള്ള യെസ് ഭാരത് വെഡിംഗ് ഓഫ് ഭാരത് എന്ന പേരിലാണ് നൂതന പദ്ധതി അവതരിപ്പിച്ചത്. ജൂൺ 14 മുതൽ സെപ്റ്റംബർ 30 വരെയാണ് വെഡിങ്സ് ഓഫ് ഭാരത് ഒരുക്കിയിരിക്കുന്നത്. ജ്വല്ലറി പർച്ചേസ്, ബാങ്കിംഗ് സേവനങ്ങൾ, ട്രാവൽ, കാറ്ററിംഗ്, ഇവന്റ് മാനേജ്മെന്റ്, ഫോട്ടോ, വീഡിയോഗ്രാഫി തുടങ്ങി വിവാഹത്തിനാവശ്യമുള്ള എല്ലാം ലഭ്യമാക്കും. ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് യെസ് ഭാരത് ചെയർമാൻ അയൂബ് ഖാൻ പറഞ്ഞു. ഫെഡറൽ ബാങ്ക്, യൂണിമണി തുടങ്ങിയവരും പദ്ധതിക്ക് പിന്തുണയുമായി ഒപ്പമുണ്ട്. കൊച്ചിയിൽ പുതിയ ക്യാമ്പസ് ആരംഭിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. അത്യാധുനിക സൗകര്യങ്ങളുള്ള പുതിയ ക്യാമ്പസാണ് കൊച്ചി വൈറ്റില പൊന്നുരുന്നിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ബികോം ഡിഗ്രിക്കൊപ്പം ACCA യോഗ്യത കൂടി നേടുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ബികോം പ്ലസ് ACCA കോഴ്സും, ഡിഗ്രി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കായി MBA പ്ലസ് ACCA കോഴ്സും IIC ലക്ഷ്യ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും അനുയോജ്യമായ രീതിയിൽ CMA US വീക്കെൻഡ് കോച്ചിംഗ് ക്ലാസുകളും ലക്ഷ്യയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉറപ്പാക്കിക്കൊണ്ടാണ് 75,000 സ്ക്വയർ ഫീറ്റിലധികം വിസ്തീർണത്തിൽ പുതിയ ക്യാമ്പസ് ഒരുക്കിയിട്ടുള്ളത്. കൊമേഴ്സ് മേഖലയിൽ മികച്ച കരിയർ സ്വപ്നം കാണുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പൂർണ്ണ പിന്തുണയും വിജയവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യയുടെ ലക്ഷ്യം. കൂടുതൽ കോഴ്സുകൾ കൊണ്ടുവരാനും മറ്റ് കമ്പനികളുമായി സഹകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുവാനും ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ IIC ലക്ഷ്യ നടത്തിവരികയാണ്. പുതിയ ക്യാമ്പസ് ആരംഭിക്കുന്നതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ IIC ലക്ഷ്യ മാനേജിംഗ് ഡയറക്ടർ ഓർവെൽ ലേണൽ, IICC ലക്ഷ്യ സ്ട്രാറ്റജിക് അഡ്വൈസർ
അർജുൻ മോഹൻ, IICC ലക്ഷ്യ അഡ്മിഷൻസ് വൈസ് പ്രസിഡന്റ് ഹരീഷ് മഹേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഇംഗ്ലണ്ടിൽ നടന്ന യൂറോപ്യൻ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ അയർലൻഡിന് വേണ്ടി 1 സ്വർണവും 2 വെള്ളിയും സ്വന്തമാക്കി മലയാളി പെൺകുട്ടി. അയർലൻഡിൽ സ്ഥിരതാമസമാക്കിയ കോട്ടയം കുടമാളൂർ സ്വദേശിനി ഇഷാനി അഭിലാഷാണ് ഈ നേട്ടം കൈവരിച്ചത്. കൗണ്ടി വെസ്റ്റ്മീത്തിലെ സെന്റ് ജോസഫ് നാഷണൽ സ്കൂൾ റാത്വേറിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കുവൈത്തിൽ നിന്നും കൂടുതൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സങ്കടപ്പെടുത്തുന്നതാണ്, ആശങ്കപ്പെടുത്തുന്നതാണ്. എങ്കിൽ പോലും നമുക്ക് അത് കരുതലോടുകൂടി കാത്തിരിക്കാം. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ വരും സമയങ്ങളിൽ വരും. എന്തായാലും മോർണിംഗ് വൈബ്സ് സമയം ഇവിടെ പൂർത്തിയാക്കുന്നു. നമസ്കാരം. വളരെ സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് ഇന്നലെ മുതൽ കുവൈത്തിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ദുരന്തം, അവിടെ ഒരു കെട്ടിടത്തിനുണ്ടായ തീപിടുത്തം, അതിൽ മരണസംഖ്യ ഇങ്ങനെ ഉയരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 49 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. അതിൽ 41 പേരും ഇന്ത്യക്കാരാണ്. 11 പേര് മലയാളികളുണ്ട് എന്നും പറയുന്നു. അപ്പോൾ 7 പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഒരു ദുരന്ത വാർത്ത നമ്മൾ നേരിടുകയാണ് കുവൈത്തിൽ നിന്ന്. അപ്പോൾ അതിൽ തന്നെയാണ് നമ്മൾ ആദ്യം ആരംഭിക്കുക. മോർണിംഗ് വൈബ്സ് നിരവധിയായിട്ടുള്ള മറ്റു വാർത്തകൾ നമ്മളൊപ്പം ചേരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് കുവൈത്തിലെ വാർത്തകളുടെ വിശദാംശങ്ങൾ എടുത്തു തന്നെ പോകാം. ആദ്യം തീപിടുത്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. മരിച്ചവരുടെ എണ്ണം അത് 49ആയി. 41 പേരും അത് ഇന്ത്യക്കാരാണ്. 11 മലയാളികളിൽ 7 പേരെയാണ് തിരിച്ചറിഞ്ഞത്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം സ്വദേശികളാണ് മരിച്ചത്. തീപിടുത്തത്തെക്കുറിച്ച് സർക്കാർ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈത്തിൽ എത്തും. ആദ്യം KP അഭിലാഷ് അതിൻ്റെ വിവരങ്ങൾ നൽകും ന്യൂസ് ഡെസ്കിൽ നിന്ന്. അഭിലാഷ്, ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിയതാണ് ഇത്ര വലിയ തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ആദ്യ കണ്ടെത്തൽ നിഗമനം. അതുതന്നെയാണോ ഈ അപകടത്തിനുള്ള കാരണം? എൽദോ, പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇതുതന്നെയാണ്. അതായത് ഈജിപ്ഷ്യൻ പൗരൻ ആയിരുന്നു ഈ കെട്ടിടത്തിൻ്റെ സെക്യൂരിറ്റി ജീവനക്കാരൻ. ഇദ്ദേഹത്തിൻ്റെ ക്യാബിൻ